പ്രൊഫസർ എം വിജയൻ അനുസ്മരണ സമിതി ഇന്ന് വളരെ പ്രസക്തമായ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഡൽഹിയിലെ മലയാളി സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അതിൽ ജാതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയാനായിട്ട് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ആദ്യമേ നന്ദി പറയുകയാണ്. ഐക്യകേരളം കണ്ട അപൂർവം ജൈവ ബുദ്ധിജീവികളുടെ ഒരാളാണ് എം വിജയൻ എന്ന് നമുക്കറിയാം. അന്നാളൊപ്പമുള്ള സാമ്പ്രദായികമായ ചിന്താ പദ്ധതിയെ വിജയൻ മാഷ് അട്ടിമറിച്ചു. അദ്ദേഹം അവസാന നിമിഷം വരെ സമരോത്സുകമായ ഒരു ധൈഷണികതയുമായി മലയാളികളോട് സംവദിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ജാതിയെക്കുറിച്ച് പറയുമ്പോഴും എം വിജയൻ മാഷുടെ ചില ചിന്തകൾ പ്രസക്തമാണ് എന്ന് നമുക്കറിയാം. വിജയൻ മാഷെ ധാരാളമായി വായിച്ചിട്ടുള്ളവരാണ് എൻ്റെ മുമ്പിലുള്ള പലരും. അപ്പോൾ ജാതി എന്ന യാഥാർത്ഥ്യം നമ്മളിന്ന് ഇന്ത്യയിൽ ഏത് തരത്തിലാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവിടെ സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. പക്ഷേ എനിക്ക് മറ്റൊരു തരത്തിലാണ് ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. അത് സദസ്സിന് എത്രമാത്രം സ്വീകാര്യമാകുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ രാജ്യത്തിന് ഒരു ചരിത്രമുണ്ട്. അത് മഹത്തായ ഒരു ഭൂതകാലമാണ് എന്ന് ഇന്ത്യയെ പറ്റി പറയുന്ന എല്ലാവരും പറയാറുണ്ട്. ഇന്ത്യ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു വിശ്വഗുരുവാണ് എന്നാണ് ഇപ്പോൾ വലിയ അവകാശവാദമുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം അത് കൃത്യമായി വിച്ഛേദിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിജയം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ, ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ഇന്ത്യ. ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്ന സമയത്ത് നാം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ചേർന്ന് പുതിയൊരു രാജ്യത്തിന് രൂപം കൊടുക്കുകയാണ്. അത് അന്നോളമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അന്നോളമുള്ള നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ ഭരണത്തെക്കുറിച്ച്, ഇവിടുത്തെ ജനജീവിതത്തെക്കുറിച്ച് നാം അന്നോളം വെച്ച് പുലർത്തിയ ധാരണയിൽ നിന്നുള്ള കൃത്യമായ ഒരു വിച്ഛേദമാണ് ഇന്ത്യ എന്ന സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിൻ്റെ രൂപീകരണം. അത് അന്നോളമുള്ള ഇന്ത്യ എന്ത് ഇന്ത്യയാണ് എന്ന് ചോദിച്ചാൽ, ആ ഭാരതം എന്താണ് എന്ന് ചോദിച്ചാൽ, ആ ഭാരതത്തിൻ്റെ ധർമ്മം എന്ത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഭാരതത്തിൻ്റെ ധർമ്മം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യമെന്ന് നമ്മളിങ്ങനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എന്തായിരുന്നു സ്വതന്ത്ര ഇന്ത്യ നാം രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ ഭാരതത്തിൻ്റെ ധർമ്മം എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് വർണ്ണാശ്രമധർമ്മമാണ്. വർണ്ണാശ്രമധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ഭാരതം. പല നിലകളിൽ ആ വർണ്ണാശ്രമധർമ്മത്തെ സംരക്ഷിക്കുക എന്നത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും ദൗത്യമായി കരുതുന്ന, അതിനവരെ നിർബന്ധിക്കുന്ന, അതിൽ പലതരത്തിൽ അവരെ നിർബന്ധിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥ. ജാതി രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വിജയൻ മാഷ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമുണ്ട്. രാമായണത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളെല്ലാം മാറ്റിവെച്ചാൽ പോലും രാമായണം പല നിലകളിൽ പ്രസക്തമാണ്. അത് നമുക്കറിയുന്നൊരു കാര്യമാണ്. വിജയൻ മാഷ് പറയും രാമായണത്തിൽ അങ്ങനെ പലതുണ്ട്. അത് സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്, കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മറ്റു പലതിനേലും കുറിച്ച് പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എന്തിന് ജാതി രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് രാമായണത്തിൻ്റെ ജാതി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ, ശംഭൂകൻ്റെ കഥയെ ഉദ്ധരിച്ചുകൊണ്ട് വിജയമാഷ് പറയും, ശംഭൂകൻ എന്ന അംബേദ്കർ തപസ് ചെയ്തു. വിജയമാഷ് ഒരു ജൈവ ബുദ്ധിജീവിയാണ് എന്ന് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ശംഭൂകൻ എന്ന പുരാണ കഥാപാത്രത്തെ പറയുന്ന സമയത്ത് വിജയമാഷ് പറയും, ശംഭൂകൻ എന്ന അംബേദ്കർ അദ്ദേഹം തലകീഴായി തപസ് ചെയ്തു. തപസ് ഒരു വിജ്ഞാന തപസ്സാണ് എന്ന് കരുതാം. അംബേദ്കർ നമ്മളുടെ മുമ്പിൽ നിന്ന് ചെയ്ത തപസ് വിജ്ഞാനത്തിൻ്റെ തപസ്സാണ്. അപ്പോൾ തലകീഴായി തപസ് ചെയ്യുന്ന ശൂദ്രൻ്റെ തലയെറുക്കാനായി രാമൻ വരികയാണ്. അത് രാമായണത്തിൻ്റെ കാലത്ത്, രാമൻ്റെ കാലത്ത് ധർമ്മമാണ്. അത് ചാതുർവർണ്ണത്തിൻ്റെ ധർമ്മത്തെ സംരക്ഷിക്കുക എന്ന ധർമ്മത്തിന് വേണ്ടി ഈ രാമൻ എന്ന് പറയുന്ന രാജാവ് വാളെടുത്ത് വരുന്നു. എന്താണ് കാരണം? ബ്രാഹ്മണൻ്റെ മകൻ മരിച്ചിരിക്കുന്നു. ബ്രാഹ്മണൻ്റെ കുട്ടി മരിക്കാൻ കാരണം തലകീഴായി തപസ് ചെയ്യുന്ന ഈ ശൂദ്രനാണ്. അംബേദ്കറിൻ്റെ തപസ്സാണ് ബ്രാഹ്മണരുടെ ഈ പറയുന്ന പുത്രന്മാരുടെ മരണത്തിൻ്റെ കാരണം എന്ന് വരുന്നു. അപ്പോൾ രാമൻ വാളെടുത്ത് ചെല്ലുന്നു. അപ്പോൾ പിന്നീട് ഭവഭൂതിയെയൊക്കെ പറ്റി പറയുമ്പോൾ വിജയമാഷ് പറയും,
ആ രാമൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്. ഈ കൈ വിറയ്ക്കാൻ കാരണം ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളൊരു സന്ദേഹം വരുമ്പോഴാണ് ഈ കൈ വിറയൽ എന്ന് വിജയ് മാഷ് പറയുന്നുണ്ട്. അപ്പോൾ രാമായണത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജാതിയെ സ്ഥാപിക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് നാം വിച്ഛേദം പ്രഖ്യാപിക്കുന്ന ദിവസമാണ് നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസം. നമ്മുടെ ഭരണഘടനാ അസംബ്ലിയെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാ അസംബ്ലിയിൽ വളരെ വൈകാരികമായി പല അംഗങ്ങളും സംസാരിച്ച ഒരു ദിവസമാണ് 1948 നവംബർ മാസം 29 അന്നാണ് നമ്മുടെ ഡ്രാഫ്റ്റ് കരട് ഭരണഘടനയിലെ നമ്മുടെ 11ാമത്തെ വകുപ്പ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. അന്നത്തെ 9-11 വകുപ്പുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ നമ്മൾ പറയുന്ന എല്ലാവരും സമന്മാരാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മളുടെ അനുച്ഛേദം 14 അന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ അയിത്തം നമ്മൾ നിരോധിക്കുന്ന, അയിത്തം ഇനി ഇന്ത്യയിൽ കുറ്റമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനയിലെ അനുച്ഛേദം 17, അത് അന്നത്തെ ഭരണഘടനയിൽ നമ്മുടെ കരട് ഭരണഘടനയിലെ 11ാമത്തെ അനുച്ഛേദമാണ്. അത് നമ്മൾ ചർച്ചയ്ക്കെടുത്ത ദിവസമാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര രേഖയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം ജനാധിപത്യ ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഈ രാജ്യം എല്ലാ മനുഷ്യരുടേതുമായ ഒരു രാജ്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാം എല്ലാ മനുഷ്യർക്കും ഒരു മൂല്യം കൊടുത്തുകൊണ്ടാണ്. അന്ന് വരെ എല്ലാ മനുഷ്യർക്കും മൂല്യമില്ല. വളരെ ചെറിയ വിഭാഗം ആളുകൾക്ക് മാത്രമാണ് മൂല്യം. ബീഹാറിലെ ജാതി സെൻസസ് കഴിഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ മൂല്യവത്തായ എത്ര ജനങ്ങളുണ്ട് എന്ന് പഴയ ഭാരതത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഇന്നും നാം പഴയൊരു ഭാരതത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ ബീഹാറിൽ 15% ജനങ്ങൾക്കേ മൂല്യമുള്ളൂ. കാരണം ബീഹാറിലെ ഈ അപ്പർ കാസ്റ്റ് എന്ന് നാം പറയുന്ന ആളുകൾ വെറും 15%. അവരാണ് മൂല്യമുള്ള ജനങ്ങൾ. മറ്റുള്ള മനുഷ്യരെല്ലാവരും തന്നെ ഈ വിരാട് പുരുഷൻ്റെ ഏതൊക്കെയോ ശരീരാവയവങ്ങളിൽ നിന്നും താരതമ്യേന അപ്രസക്തമായ ശരീരാവയവങ്ങളിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട്, അഥവാ ശരീരത്തിൽ നിന്ന് പോലും ജനിക്കാത്തവരായതുകൊണ്ട് അവർ മൃതവസ്തുക്കൾക്ക് തുല്യരായാണ്. അവർക്ക് മൂല്യമില്ല. അപ്പോൾ ഈ 15% മാത്രം മൂല്യമുള്ള ഒരു വ്യവസ്ഥയിൽ നിന്നും എല്ലാ മനുഷ്യർക്കും മൂല്യമുള്ള ഒരു വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ എല്ലാ മനുഷ്യർക്കും തുല്യത പ്രഖ്യാപിക്കുന്നു, സമത്വം പ്രഖ്യാപിക്കുന്നു. സമത്വം ആധുനിക ഇന്ത്യയുടെ മൂല്യമാണ്. സമത്വം ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് എന്ന് നാം പറഞ്ഞാരംഭിച്ച് നാം സ്ഥാപിച്ച നമ്മുടെ പുതിയ ഇന്ത്യയുടെ, സ്വതന്ത്ര ഇന്ത്യയുടെ മാത്രം മൂല്യമാണ് സമത്വം. നമുക്കതിനെ ചരിത്രത്തിൽ നിന്ന് കണ്ടെടുക്കുക അസാധ്യമാണ്. അപ്പോൾ സമത്വമുള്ളൊരു ഇന്ത്യ നാം എല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിക്കുമ്പോൾ ആ സമത്വം എങ്ങനെ പ്രായോഗികമാക്കാം? അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട മറ്റ് അതിൻ്റെ ഉപവകുപ്പുകളുടെ ചർച്ച ആരംഭിക്കുന്നത്. ആ സമയത്ത് തന്നെ ഒരംഗം പറയുന്നുണ്ട്, നമ്മൾ എല്ലാ മനുഷ്യരോടും ജാതിയുടെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിലൊന്നും വിവേചനം കാണിക്കരുത് എന്നിങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ എഴുതിയതുകൊണ്ട് മാത്രമായില്ല. അങ്ങനെ വിവേചനം കാണിക്കുന്നവർക്ക് എന്ത് ശിക്ഷ എന്നുകൂടെ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. ഇത് സാധാരണ നിലയിൽ ഒരു ഭരണഘടനയുടെ ചർച്ചയിൽ നടക്കേണ്ട ഒരു ചർച്ചയല്ല. കാരണം അത് ഭരണഘടനയുണ്ടായി, അതിനുശേഷം നമ്മളുടെ നിയമനിർമ്മാണ സഭകൾ നിയമം നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകേണ്ട നിയമപരമായ ഒരു നിയമനിർമ്മാണത്തിൻ്റെ വിഷയമാണത്. അപ്പോൾ നിയമനിർമ്മാണത്തിലാണ് എന്ത് കുറ്റമാണ്, അതിനെന്ത് ശിക്ഷയാണ് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. അതിനുശേഷം നിയമത്തിന് ചട്ടങ്ങളുണ്ടാകും, അതെല്ലാം നമുക്കറിയുന്നതാണ്. പക്ഷെ അതിന് പകരം ഭരണഘടനയുടെ ചർച്ച നടക്കുമ്പോൾ തന്നെ നമ്മൾ കുറ്റത്തെയും ശിക്ഷയെയും പറ്റി പറയുന്നു. അപ്പോൾ കുറ്റത്തെയും ശിക്ഷയെയും കുറിച്ചുള്ള നമ്മളുടെ അടിസ്ഥാന ധാരണകളെ, അന്നോളം ഇന്ത്യ വെച്ച് പുലർത്തിയ ധാരണകളെ അവിടെ കീഴ്മേൽ മറിക്കുകയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് നാം കാണണം. അന്ന് വരെ കുറ്റം എന്താണ്? അന്ന് വരെ കുറ്റം എന്ന് പറഞ്ഞാൽ അവർണനായ ദളിതനായ ഒരാൾ റോഡിലൂടെ നടന്നു പോകുന്നത് കുറ്റം. ഇന്നു മുതൽ കുറ്റം എന്താണ്? അങ്ങനെ റോഡിലൂടെ, പൊതുവായൊരു വഴിയിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്നുവെങ്കിൽ, അവൻ്റെ ജാതിയുടെ പേരിൽ, അവൻ്റെ വംശത്തിൻ്റെ പേരിൽ, അവൻ്റെ നിറത്തിൻ്റെ പേരിൽ, അവൻ്റെ മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ നിങ്ങൾ തടയുന്നുവെങ്കിൽ അത് കുറ്റം. അപ്പോൾ കുറ്റത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട് ഈ പഴയ ഭാരതത്തിലും പുതിയ ഇന്ത്യയിലും രണ്ടാണ്. മാത്രമല്ല അവിടെ വളരെ വിശാലമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. പൊതു കിണറുകളിൽ നിന്നും വെള്ളമെടുക്കാൻ സാധിക്കാത്ത ജനങ്ങൾ, വഴിയിലൂടെ നടക്കാൻ സാധിക്കാത്ത ജനങ്ങൾ, അങ്ങനെയുള്ള ആളുകളുടെ സംരക്ഷണം, അവരുടെ സുരക്ഷിതത്വം, എന്തിന് കടകളിൽ കയറാനുള്ള അവകാശത്തെപ്പറ്റി പോലും നമ്മളുടെ ഭരണഘടന സംസാരിക്കേണ്ടി വരുന്നു. ഭരണഘടനയിൽ സംസാരിക്കുക, ഷോപ്പുകളിൽ നമുക്ക് പ്രവേശിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടന സംസാരിക്കുകയാണ്. ഇങ്ങനെ ഏത് ഭരണഘടന നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും? അങ്ങനെ ഒന്നും കാണാൻ സാധിക്കുകയില്ല. കാരണം അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരംഗം പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ എടുത്തു പറയേണ്ട കാര്യം നമുക്കുണ്ടോ?
ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അത് പുഷ്കലമാകുന്ന ഒരു സമയത്ത്, അതിലെല്ലാവരും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഇല്ലാത്തൊരു ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത്, പിന്നീട് എന്തെങ്കിലും നമ്മൾ ഈ ഭരണഘടന വായിച്ചു നോക്കുമ്പോൾ അതിലിതാ ഇങ്ങനെ ഷോപ്പിൽ കയറുന്നത് തടയുന്ന ആളുകളെ ഇത് കുറ്റമാണ് എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിവേചനം നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു ഭാവിയിൽ ആളുകൾ മനസ്സിലാക്കാനിടയാകില്ല. അതുകൊണ്ട് അങ്ങനെ എടുത്ത് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ അനുച്ഛേദം 14-ൻ്റെയും 15-ൻ്റെയും 16-ൻ്റെയും ചർച്ചാ സമയത്ത് തന്നെ, 15-ൻ്റെ ആ സമയത്ത് തന്നെ ഇതിൽ ശിക്ഷ കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറയുമ്പോഴാണ് അംബേദ്കർ പറയുന്നത് അത് വേണ്ട, അതിന് മാത്രമായിട്ട് നമ്മൾ പ്രത്യേക ഒരു അനുച്ഛേദം പിന്നീട് വരുന്നുണ്ട്. അതാണ് നമ്മുടെ അന്നത്തെ 11-ാമത്തെ അനുച്ഛേദം, ഇന്നത്തെ 17. അതിൽ നമ്മൾ അയിത്തം കുറ്റകരമായി പ്രഖ്യാപിച്ചു. അയിത്തത്തിൻ്റെ ഏത് ഫോമിലുള്ള ആചാരവും ഏത് രീതിയിൽ, അത് നിങ്ങൾ നേരിട്ടോ അല്ലാതെയോ ആകാം, നിങ്ങൾ അയിത്തം ആചരിക്കുകയാണെങ്കിൽ അത് ഭരണഘടനാപരമായ ഒരു കുറ്റമായി പ്രഖ്യാപിച്ചു. അപ്പോൾ കുറ്റത്തെയും ശിക്ഷയെയും സംബന്ധിച്ച് അന്നോളം രാജാക്കന്മാർ പ്രഖ്യാപിക്കും, ബ്രാഹ്മണർ പറയും ഏതാണ് കുറ്റം ഏതാണ് തെറ്റ് എന്ന്. അവർ ആണ് ശിക്ഷ വിധിക്കുന്നത്, രാജാവ് അത് നടപ്പാക്കും. അങ്ങനെ ബ്രാഹ്മണരുടെ കണ്ണിലാണ് ശൂദ്രനായ അംബേദ്കറായ ശംഭൂകൻ തപസ് ചെയ്തെന്ന് കുറ്റമാവുന്നത്. അതിന് ശിക്ഷ വിധിക്കുക, ആ ശിക്ഷ നടപ്പാക്കുക എന്നത് ക്ഷത്രിയനായ രാമന്റെ ധർമ്മമാണ്. ആ ധർമ്മം രാമൻ അനുഷ്ഠിച്ചു. അതുകൊണ്ടാണ് രാമോ വിഗ്രഹാൻ ധർമ്മ എന്ന് പറയുന്നത്. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. കാരണം ബ്രാഹ്മണന്റെ മകനെ കൊന്നവനെ ആ ബ്രാഹ്മണന്റെ മകന് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി വാളെടുത്ത് തൻ്റെ ധർമ്മം നിറവേറ്റിയ രാമൻ. അപ്പോൾ ബ്രാഹ്മണർ പറയുന്നതും നിയമവും, ബ്രാഹ്മണർ പറയുന്നത് കുറ്റവും, ബ്രാഹ്മണർ പറയുന്നതിന് ശിക്ഷയുമാകുന്ന ഒരു കാലത്തിൽ നിന്നും മാറി അവരുടെ ശിക്ഷാവിധികളിൽ ഏതൊക്കെയാണോ കുറ്റം എന്നവർ പറയുന്നത്, ഏതൊക്കെയാണോ അരുത് എന്ന് പറയുന്നത്, അത് മുഴുവൻ ചെയ്യാൻ ഈ നാടിനെ പ്രാപ്തമാക്കുന്ന, അവരുടെ ശിക്ഷാ നിയമങ്ങളെ പൂർണ്ണമായും അസാധുവാക്കുന്ന ഒരു ദിനമായി നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഈ പറയുന്ന 48 നവംബർ 29 മാറി. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് ആ ചർച്ച അവസാനിക്കുകയാണ്. ആ സമയത്ത് ദാക്ഷായണി വേലായുധനൊക്കെ വളരെ വൈകാരികമായി തന്നെ ആ ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട 2 ദളിത് ലീഡേഴ്സ് അന്ന് സഭയിലുണ്ട്, മുനിസ്വാമിയും പിള്ളയും നാഗപ്പയും. അവർ ആ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് മലയാളികളായ നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യം, മഹാത്മാഗാന്ധി ഇല്ല, ആ ദിവസം മഹാത്മാഗാന്ധി ഇല്ലല്ലോ. മഹാത്മാഗാന്ധിയുടെ മരണത്തിന് ശേഷം ആ മഹാത്മാഗാന്ധി ഒക്കെ വളരെയധികം അയിത്തത്തിനെതിരെ പ്രവർത്തിച്ച ആ വൈകാരികമായ സന്ദർഭത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുനർജനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണ്. അദ്ദേഹം ഒരു മഹാനായ ഭക്തനായിരുന്നു, വലിയ ഭക്തനായിരുന്നു. ഭക്തരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുനർജന്മം ഇല്ലാത്ത അവസ്ഥയാണ് മോക്ഷം ലഭിക്കുന്ന ആളുകൾക്ക് പിന്നെ ഒരു തിരിച്ചിരിവില്ല. അപ്പോൾ നിങ്ങൾ പുനർജനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് മോക്ഷം ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രധാന വിശ്വാസം. അപ്പോൾ ഗാന്ധി പറയുന്നത്, ഞാൻ പുനർജനിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഈ ജന്മം തന്നെ പുണ്യമായൊരു ജന്മം ജീവിച്ച് എനിക്ക് മോക്ഷം ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് ഒരുപക്ഷെ അദ്ദേഹം സ്വയം വിശ്വസിച്ചിരിക്കാം. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. പുനർജന്മത്തെ സംബന്ധിച്ച എൻ്റെ നിലപാട് മറ്റൊന്നാണ്, അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഗാന്ധി പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഗാന്ധി പുനർജനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഥവാ ഞാൻ പുനർജനിക്കുകയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന അസ്പൃശ്യനായി പുനർജനിക്കണം. ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹരിജൻ. ആ വാക്കിനെ നമ്മളിന്ന് അംഗീകരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശയം അതാണ്, എനിക്ക് ഒരു പുനർജന്മമുണ്ടെങ്കിൽ അതൊരു ഹരിജനായി ഞാൻ പുനർജനിക്കണം. കാരണം അങ്ങനെയാണെങ്കിൽ ആ വിഭാഗത്തിൻ്റെ മോചനത്തിന് വേണ്ടി അവരിലൊരാളായി നിന്ന് ഇതിനേക്കാൾ ശക്തമായി പടപൊരുതാൻ എനിക്കൊരു ജന്മം കിട്ടും. ഇത് ഗാന്ധി പറയുകയാണ്. ഗാന്ധിയുടെ വാക്കിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആളുകൾ ഓർക്കുന്നുണ്ട്. ഇന്നത്തെ സ്ഥിതി എന്താണ്? എനിക്ക് പുനർജനിക്കണം, എനിക്ക് ബ്രാഹ്മണനായി, അടുത്ത ജന്മം ബ്രാഹ്മണനായി ശബരിമലയിലെ അയ്യപ്പൻ്റെ പൂജാരിയായി അയ്യപ്പൻ്റെ വിഗ്രഹത്തെ തലോടണം. അയ്യപ്പൻ്റെ വിഗ്രഹത്തെ തലോടുന്ന കഥ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹവും ആ വിഗ്രഹം ഇരിക്കുന്ന ശ്രീകോവിലും കട്ടളപ്പടിയും അവിടെയുള്ള സ്വർണം പൂശിയതും എല്ലാം എടുത്തുകൊണ്ടുപോയി വിറ്റ ഏതോ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്ത് ആരാണെന്ന് അന്വേഷിച്ചു പോയപ്പോൾ തന്ത്രിയാണ്. തന്ത്രിക്ക് അറസ്റ്റില്ല കേട്ടോ. അറസ്റ്റൊക്കെ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾക്കുള്ളതാണ്, മറ്റുള്ളവർക്കാണ്. തന്ത്രിക്ക് അറസ്റ്റില്ല. മേൽശാന്തിയുടെ ഒപ്പുണ്ടെന്നൊക്കെ പറയുന്നു, എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ശബരിമലയിൽ നിന്ന് വളരെ അടുത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്കൊരു കാര്യം വ്യക്തമാണ്, പുറപ്പെടാ ശാന്തി അറിയാതെയോ തന്ത്രി അറിയാതെയോ ശബരിമലയിൽ ഒരു കട്ടളപ്പടിയിൽ ഒരു സ്ക്രൂ പോലും അടങ്ങില്ല.
അത് ഉറപ്പാണ്. അവരതിൽ കുറ്റക്കാരാണ് എന്നല്ല ഞാൻ പറയുന്നത്, അത് നിയമപരമായി തെളിയിക്കേണ്ട മറ്റൊന്നാണ്. പക്ഷേ ഇത് കൃത്യമായ ബ്രാഹ്മണാധിപത്യം നിലനിൽക്കുന്ന, അവിടുത്തെ ഓരോ കാര്യത്തിലും അവർക്ക് കൃത്യമായ നിർണായകമായ അധികാരങ്ങളും അവകാശങ്ങളും ഉള്ള ഒരു വ്യവസ്ഥ ഇപ്പോഴും അവിടെ ഉണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ ശാന്തിക്കാരനാവാൻ ആർക്കാണ് അവകാശം എന്ന് ചോദിച്ചാൽ ഇന്നും മലയാള ബ്രാഹ്മണന് മാത്രമാണ്. നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ഏത് ജാതിയിൽപ്പെട്ടവർക്കും പൂജ പഠിച്ച് ശാന്തിക്കാരായി ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമിതരാവാമെന്ന് പറഞ്ഞിട്ടും ശബരിമലയ്ക്ക് മാത്രം മറ്റൊരു അവിടെ മലയാള ബ്രാഹ്മണൻ ഒരു പ്രത്യേക ക്ലാസ് ആണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അവിടെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത സർക്കാർ കൂടിയാണ് നമ്മുടെ സർക്കാർ. നമ്മൾ ഓർക്കണം, കൊടുത്ത് പുരോഗമന സർക്കാരാണ്, ബ്രാഹ്മണൻ പ്രത്യേക ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന അടുത്ത ജന്മം ബ്രാഹ്മണനാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേരളത്തിൽ നിന്നും പാർലമെന്റിലെത്തുന്ന ഈ നാട്ടിൽ, നമ്മുടെ ഗാന്ധി മുമ്പ് അടുത്ത ജന്മത്തിൽ എനിക്കൊരു ദളിതനാവണമെന്ന് ആഗ്രഹിച്ച ഗാന്ധി. അതിന് കാരണം ഇതാണ്: ഈ അസ്പൃശ്യത അവസാനിക്കണം, ജാതീയത അവസാനിക്കണം, മനുഷ്യരെ ശ്രേണീകൃതമായ അസമത്വത്തിന്റെ തട്ടുതട്ടിൽ നിർത്തിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ ഈ ആശയാവലികൾ അവസാനിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഒരു പുതിയ ദേശം രൂപപ്പെടുന്ന സമയത്ത്, ഒരു പുതിയ രാജ്യമായി നാം രൂപപ്പെടുന്ന സമയത്ത്, ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യം എന്താണ് എന്നൊരു ഇന്ത്യക്കാരനോട് ചോദിച്ചാൽ നമുക്ക് എന്താണ് മറുപടി പറയാനാവുക? ഒരു ഇന്ത്യക്കാരൻ്റെ മറുപടി വളരെ സുവ്യക്തമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് സമത്വമാണ്. ഭരണഘടന പ്രഖ്യാപിക്കുന്ന അടിസ്ഥാന മൂല്യം തുല്യതയാണ്, സമത്വമാണ്. സമത്വം എന്ന ആശയത്തിലാണ് നമ്മളുടെ ഭരണഘടന ഇവിടെ രൂപപ്പെടുന്നത്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യം സമത്വമാണ് എന്ന് നാം പറഞ്ഞാൽ, ഇവിടെ ജാതിക്ക് വിരുദ്ധമാണ് ഇന്ത്യ എന്ന ആശയം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന ആശയം എന്തിനോടെങ്കിലും മുഖാമുഖം എതിരിടുന്നു എങ്കിൽ അത് ജാതി എന്ന കാര്യത്തോടാണ്. ജന്മന ആളുകളെ തട്ടായിത്തിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ, ഒരു വിഭാഗം എന്നല്ല, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളെ ജന്മനാ അശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ഈ വ്യവസ്ഥയോടാണ് എതിരിടുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു തീം സോങ് എന്താണ്? കേരളത്തിൽ നിന്ന് തന്നെ വരാം. കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ ഒരു വളരെ നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട മനോഹരമായ ഒരു വിധിന്യായമുണ്ട്. അത് നമ്മുടെ കേരള ഹൈക്കോടതി അതിൻ്റെ വളരെ പുഷ്കലമായൊരു കാലത്ത് എഴുതിയ ഒന്നാണ്. അതൊരു ഫുൾ ബെഞ്ച് വിധിയാണ്. അത് ആദിത്യൻ കേസിലെ ഒരു ജഡ്ജ്മെൻ്റാണ്. ആദിത്യൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ കൊടുത്ത, അദ്ദേഹത്തിൻ്റെ മതവികാരം മരണപ്പെട്ടതിനെ തുടർന്ന്, മതവികാരം മരണപ്പെട്ടപ്പോഴാണെന്ന് ചോദിച്ചാൽ അവർണരായ ഒരാൾ ശാന്തിക്കാരനായ ശ്രീകോവിൽ കയറിയപ്പോഴാണ് മരണപ്പെട്ടത്. അതിനെതിരെ കൊടുത്ത കേസാണ്. അപ്പോൾ അതിൽ പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ തീം സോങ് എന്ന് പറയുന്നത് ജാതിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്, അയിത്തമില്ലാതാക്കുക, ജാതി ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ തീം സോങ്. അപ്പോൾ നമ്മുടെ ദേശീയതയുടെ താല്പര്യം എന്താണ്? നമ്മുടെ ദേശീയ താല്പര്യം എന്താണ്? ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രത്തിന്റെ ദേശീയ താല്പര്യം ജാതിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ദേശീയോദ്ഗ്രഥനത്തിന്റെ താല്പര്യം എന്താണ്? ജാതീയത ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജാതീയതയും ജാതിജന്യമായ അസമത്വത്തിനുമെതിരെ പോരാടുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യൻ പൗരന്റെയും അടിസ്ഥാനപരമായ കർത്തവ്യം. ഇവിടെ നാം ഈ കർത്തവ്യത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇന്നിപ്പോൾ ദേശീയത എന്ന് പറയുമ്പോൾ, ദേശീയ വികാരം എന്ന് പറയുമ്പോൾ, ദേശീയ താല്പര്യം എന്ന് പറയുമ്പോൾ, ദേശീയ സംഘടന എന്ന് പറയുമ്പോൾ, ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരെന്ന് പറയുമ്പോൾ ആരാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയവാദികൾ എന്ന് പറയുന്ന ആളുകൾ എന്താണ്? ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയവാദികളുടെ സംഘടന ദേശീയവാദികൾ, ഇന്ത്യൻ ദേശീയവാദികൾ, ഇന്ത്യയിലെ തീവ്ര ദേശീയവാദികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാവേണ്ടത്? ജാതീയതയ്ക്കെതിരെ ഏറ്റവും തീവ്രമായി പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ത്യയിലെ തീവ്ര ദേശീയവാദി എന്നാണ് വരേണ്ടത്. ആരാണ് ഇന്ത്യയിലെ തീവ്ര ദേശീയവാദി എന്ന് നിങ്ങളിപ്പോൾ പറയുന്നത്? അപ്പോൾ ഇന്ത്യയിലെ ദേശീയവാദം എന്ന് പറയുന്നത്, ഇന്ന് ദേശീയത എന്ന് പറയുന്നത്, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയവാദ സംഘടന സംഘപരിവാറാണെന്ന് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയത സംഘപരിവാറിൻ്റെ ദേശീയതയാണ്. അവരുടെ മൂല്യം എന്താണ്? ഈ വർണ്ണവ്യവസ്ഥയെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാപരമായ ദേശീയ ലക്ഷ്യമായ ജാതി ഉന്മൂലനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ആരാണ്? അവരേത് സംഘടനകളാണ്? അവരേത് വ്യക്തികളാണ്? അവർ ജാതിവാദികൾ. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷോപലക്ഷം കോടിക്കണക്കായ ഇന്ത്യക്കാർക്ക് കൊടുത്ത വാഗ്ദാനം എന്താണ്? ജാതി ഇല്ലാത്ത ഇന്ത്യ, എല്ലാവരും തുല്യരായി നിൽക്കുന്ന ഇന്ത്യ. ഇതെല്ലാവരും നമ്മുടെ വാഗ്ദാനം. പലസ്തീൻ പോലെ ഒരു വാഗ്ദത്ത ഭൂമി നമ്മളുടെ ഭരണഘടന നമുക്ക് തന്നു. ആ വാഗ്ദത്ത ഭൂമി നമുക്ക് ഇനിയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വാഗ്ദത്ത ഭൂമി നമുക്ക് തന്ന്, നമ്മുടെ കയ്യിലൊരു ത്രിവർണ്ണ പതാക തന്ന്, നമുക്കൊരു ദേശീയ ഗീതം തന്ന്, ദേശീയ ഗാനം തന്ന്, നമുക്ക് ജയ് ഹിന്ദ് വിളിക്കാനായി നമ്മളെ
ഈ പറയുന്ന ഒന്നാമത്തെ ക്ലാസ് മുതൽ, നഴ്സറി ക്ലാസ് മുതൽ പഠിപ്പിച്ച് നമ്മളെല്ലാവരെയും കൊണ്ട് അറ്റൻഷനായി നിർത്തി ഞങ്ങളിതാ ഒരു വാഗ്ദാനം തന്നിരിക്കുന്നു, ഈ ത്രിവർണ്ണ പതാകയുടെ കീഴിൽ നിങ്ങൾക്കെല്ലാവർക്കും തുല്യതയും സമത്വമുള്ള ഒരു ജീവിതം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞ് ഇത്രയും കാലം നമുക്ക് വിളമ്പി തന്നത് എന്താണ്? ഇവർ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നോളം നാം നമ്മുടെ ദേശീയോദ്ഗ്രഥനം എന്ന പേരിൽ, ദേശീയത എന്ന പേരിൽ, ദേശീയ താല്പര്യം എന്ന പേരിൽ, ദേശീയ മൂല്യങ്ങൾ എന്ന പേരിൽ നാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ്? സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണ്? ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്താണ്? സവർണതയുടെ ആഘോഷങ്ങളാണ് ഇവിടെ നടന്നതെല്ലാം എന്ന് നമുക്കറിയാം. അതായത് ഭരണഘടന വിഭാവനം ചെയ്ത ഈ പറയുന്ന ജാതി ഉന്മൂലനം എന്ന ലക്ഷ്യം ഒരിടത്ത് പുസ്തകത്തിൽ മാത്രം അടക്കി വെച്ച് ഈ സവർണത തന്നെ വേഷം മാറി ഖദറിട്ടോ ഇപ്പോൾ കാക്കി ട്രൗസറിട്ടോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ 2 തരം കൊളോണിയലിസത്തോടാണ് ഒരേ സമയം പോരാടിയത്. ഒന്ന് ബാഹ്യമായിരുന്നു. അവർ വളരെ ചുരുങ്ങിയ ഒരു നൂറ്റാണ്ട് ഇന്ത്യ ഭരിച്ച് ഇന്ത്യ വിട്ടു പോയവരാണ്. അവരോടുള്ള എതിരിടലിൽ പോരാട്ടത്തിൽ നാം ഏകദേശം പൂർണ്ണമായ വിജയം കൈവരിച്ചു. മറ്റൊന്ന്, ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയെ ഗ്രഹിച്ചിരുന്ന, ഇന്ത്യക്കകത്ത് തന്നെ നിന്നുകൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കുന്ന ഇവിടുത്തെ ആഭ്യന്തര കൊളോണിയലിസമാണ്. അത് ബ്രാഹ്മണിസമാണ്. ആ ബ്രാഹ്മണിസത്തോടുള്ള പോരാട്ടം ഇന്ത്യയുടെ ഭരണഘടനാപരമായ ദൗത്യമായി നാം നേരത്തെ പറഞ്ഞ 14 മുതൽ 17 വരെ, 17 മാത്രമല്ല കേട്ടോ, 18 നമ്മൾ എല്ലാ ടൈറ്റിലുകളും ഉപേക്ഷിക്കുന്നു. എന്തിനാണ് ഈ ടൈറ്റിലുകൾ ഉപേക്ഷിക്കുന്നത്? ചില ആളുകൾ മാത്രം സറായി, ചില ആളുകൾ മാത്രം ചില പ്രത്യേക ഇതായി ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. അടുത്തിടെ കോടതി പറഞ്ഞു, ഈ രാജകുടുംബാംഗങ്ങൾ കൊടുത്ത കേസാണ്. അതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞു, നിങ്ങൾ ഈ പ്രിൻസ് എന്നും പ്രിൻസസ് എന്നൊക്കെ എഴുതിക്കൊണ്ട് കോടതിയിൽ ഹർജി തന്നാൽ തള്ളുമെന്ന് പറഞ്ഞു. അത് ഇന്ത്യയിലെ ഒരു ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സർക്കാർ പരിപാടികൾ വരെ രാജകുടുംബാംഗങ്ങൾ നിരനിരയായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോൾ പഴയ കാലത്താണെങ്കിൽ വിശേഷണങ്ങൾ ഒന്ന് മതി, ശ്രീ എന്ന് മതിയായിരുന്നു. ഇപ്പോൾ ശ്രീയാണ്, ഡബിൾ ശ്രീയാണ്. അതുപോലെ അവിടെ ഇപ്പോൾ എന്നോ ഇല്ലാതായ രാജ്യത്തിലെ രാജ്ഞിയാണ് താനെന്ന് അവകാശപ്പെട്ട് 2 എച്ചൊക്കെ പേരിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് രാജ്ഞിമാർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജ്ഞിയാണെന്ന് പറയുന്നത്, രാജകുമാരിയാണെന്ന് പറയുന്നത്. അപ്പോൾ രാജകുമാരി എന്ന പേരിൻ്റെ കൂടെ അവർക്ക് ചാർത്തി കൊടുക്കപ്പെട്ട ഭരണഘടനാപരമായ വിശേഷണമാണെന്നുള്ളതാണ്. അപ്പോൾ 2 എച്ച് പേരിൻ്റെ മുമ്പിലുള്ള ഈ തമ്പുരാട്ടിമാർക്ക് അതും പോരാ എന്ന് തോന്നി നമ്മളുടെ ഭരണകൂടം ഇപ്പോൾ പത്മശ്രീ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? എല്ലാ മനുഷ്യരും തുല്യരായി പ്രഖ്യാപിക്കാൻ നാം ശ്രമിച്ചു. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് എല്ലാ ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഏതാനും ചില ബഹുമതികളൊക്കെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആശാന് പട്ടുമളയും കിട്ടിയത് ആശാൻ എന്തോ വലിയ ഈ പറയുന്ന ദേശീയതയ്ക്കെതിരും ബ്രിട്ടീഷുകാരുടെ എന്തോ ദാസനുമായതുകൊണ്ടാണ് എന്നാണ് വിമർശനം. സഹോദരൻ്റെ ഈ ദേശീയതയ്ക്കെതിരായ പരാമർശങ്ങളെ പിടിച്ചുകൊണ്ട് സഹോദരൻ്റെ സോഷ്യലിസം ഒരു റാവു ബഹദൂർ സോഷ്യലിസമാണെന്നൊക്കെ വിമർശിച്ച ആളുകളുണ്ടായിരുന്നു. അപ്പോൾ സഹോദരനും ആശാനും ഒക്കെ ദേശീയതാ വിരുദ്ധരാണ്, അവരെല്ലാം സാമ്രാജ്യത്വ ദാസന്മാരാണ്. പക്ഷേ ഈ പറഞ്ഞ ആളുകൾക്ക്, അവർ ദേശീയതയുടെ മഹാകവികളായി കാണുന്നവർക്ക് കിട്ടിയ സ്ഥാനങ്ങൾ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അന്നോളം ഈ പറയുന്ന പുരസ്കാരങ്ങൾ, ടൈറ്റിലുകൾ വാങ്ങി കൈവശം വെച്ചിരുന്നവരൊക്കെ ബഹുഭൂരിപക്ഷം അപ്പുറത്താണ്. ഇപ്പുറത്തുള്ള ആരെങ്കിലും കിട്ടുമ്പോൾ മാത്രമാണ് ഇതൊരു സാമ്രാജ്യത്വ ഉൽപ്പന്നമാണല്ലോ നമുക്ക് തോന്നുന്നത്. അതിന് മുമ്പ് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാനോ നിങ്ങളല്ല ഈ ഇരിക്കുന്ന ആരെങ്കിലും നാളെ പോയി പത്മശ്രീ വാങ്ങിച്ചാൽ ചോദിക്കും, പത്മശ്രീ തന്നെ ഒരു ഭരണഘടനാ വിരുദ്ധമായ ബഹുമതിയല്ലേ, നിങ്ങൾക്ക് വാങ്ങിക്കാവോ? ശരിയല്ലേ? ടൈറ്റിലുകളെല്ലാം നിർത്തലാക്കിയ ശേഷം നമ്മൾ പിന്നെന്ത് പത്മശ്രീ? അത് വാങ്ങിക്കാൻ പാടില്ല. പക്ഷെ ഇത്രയും കാലം വാങ്ങിച്ചവരുടെ കാര്യവും അതിനൊന്നും വിരോധമൊന്നുമില്ല. അവർക്ക് കിട്ടിയത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. അപ്പോൾ അതുപോലെ വേടന് അവാർഡ് കിട്ടുമ്പോഴാണ് ഈ കവി എഴുതുന്ന കവിതയിലെ ഓരോ വരികളും നമുക്ക് പ്രശ്നമാകുന്നത്. നമ്മൾ വലിയ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കവിയുടെ ജീവിതം മൊത്തം നമുക്ക് പ്രശ്നമായി തോന്നുന്നതാണ്. അപ്പോൾ ഇത്രയും കാലം കേരളത്തിലെ പാട്ടെഴുത്തുകാരുടെ ഈ പാട്ടെഴുതുന്ന ആളുകൾക്ക് അവർക്ക് ഏറ്റവും നല്ല ഗാനരചനയ്ക്കുള്ള ആ വർഷത്തെ ഏറ്റവും നല്ല മികച്ച ഗാനത്തിനുള്ള അവാർഡ് കൊടുക്കുന്ന സമയത്ത് അവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടെ വേണമെന്ന് ഇന്നവരെ പറഞ്ഞിട്ടുണ്ടോ? ആർക്കും തോന്നിയിട്ടില്ല. പി കുഞ്ഞിരാമൻ നായരെ പറ്റി പറയുമ്പോൾ ഇവൻ മേഘരൂപൻ. ഈ പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതം ഒരു ദളിതനായ ഒരു കവി ജീവിച്ചാൽ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒന്നാണ്. ഞാൻ ആ വിഷയത്തിൽ മാറി പോകാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു. ഇവിടെ നാം ഭരണഘടന ഉണ്ടായപ്പോൾ നാം കൊണ്ടുവച്ച ലക്ഷ്യങ്ങളിൽ നിന്ന് തികച്ചും ഭിന്നമായി
അതിന് വിരുദ്ധമായി നാം ദേശീയതയെത്തും സംബന്ധിച്ച നമ്മളുടെ താല്പര്യങ്ങളെ വ്യാഖ്യാനിച്ച് നാം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദേശീയത എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ് എന്ന് വരും. സംസ്കൃതമാണ് നമ്മുടെ ദേശീയത. ഞാനൊരു സംസ്കൃതം അധ്യാപകനാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. ഞങ്ങളുടെ ജോലി സാധ്യത കൂടുമെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ എന്നെപ്പോലുള്ള ഏതാനും ചിലരുടെ ജോലി സാധ്യത കൂടുമ്പോൾ എന്നെപ്പോലുള്ള കോടാനുകോടി ജനങ്ങളുടെ ജീവിത സാധ്യത ഇല്ലാതാകും എന്ന് കൂടെ അതിനർത്ഥമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾക്കുള്ള സഹായം നമ്മുടെ സർക്കാർ നൽകി വരുന്നുണ്ട്. മലയാളവും ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണെന്നാണ് പറയുന്നത്. അതിന് പറയത്തക്ക സഹായം ലക്ഷങ്ങളിൽ പോലും കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. രാജ്യസഭയിൽ കണക്ക് പറഞ്ഞാണ് 600 കോടിയോളത്തിലധികം രൂപ സംസ്കൃതത്തിന് വേണ്ടി ചെലവാക്കപ്പെടും. സംസ്കൃതം പരിപോഷിക്കപ്പെടുകയാണ്. സംസ്കൃതം ഒരു പ്രാചീനമായ പുരാതനമായ ഒരു ഭാഷ എന്ന നിലയിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉത്തരം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അതിലൊന്നും നമുക്ക് യാതൊരു തരത്തിലുള്ള തർക്കവുമില്ലാത്ത കാര്യമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. സംസ്കൃതം മാത്രം സംരക്ഷിക്കപ്പെട്ടാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് ഉത്തരമുണ്ട്. ഇവിടെ അതല്ല നടക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് സംസ്കൃതം സംരക്ഷിക്കപ്പെടണം? കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഡീകോളനൈസേഷനാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഈ കോളനീകരണത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അവശിഷ്ടങ്ങളും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതുണ്ട്. അതിന് സംസ്കൃതം അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മൾ കോളനി ഭരണത്തിൽ നമ്മളിൽ അറിയാതെ വന്നു പോയ മൂല്യങ്ങളെയെല്ലാം എടുത്തു മാറ്റി അവിടെ നിന്ന് സംസ്കൃതത്തിലെ മൂല്യങ്ങളെ നമ്മളുടെ നിത്യജീവിതത്തിലേക്ക് ഇങ്ങനെ പറക്കി വെക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കോളനി വിരുദ്ധ മനോഭാവം ഓരോ ഇന്ത്യക്കാരനും ഉള്ളതാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, ഇവിടുത്തെ കോൺഗ്രസ്സുകാരനുണ്ട്, ഇവിടുത്തെ ഓരോ വ്യക്തിയിലുമുണ്ട്. ബ്രിട്ടീഷുകാരൻ്റെ ഭരണത്തിൻ്റെ ദുരിതമനുഭവിച്ച ഓരോ വ്യക്തിക്കും അതുണ്ട്. നമ്മളുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് ചൂഷണം ചെയ്യപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖത്തിൽ നിൽക്കുന്ന ഓരോ ചരിത്ര വിദ്യാർത്ഥിക്കും ഈ കോളനീകരണത്തിനുണ്ട്, കോളനിയുടെ മൂല്യങ്ങളോട് എതിർപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളനി വിരുദ്ധത എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളൊരു വികാരമാണ്. ആ വികാരത്തെ ഇന്നത്തെ നമ്മുടെ ഭരണകൂടം എങ്ങനെ മുതലെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വളരെ ലളിതമാണ്. അപ്പോൾ ഇവിടെ കോളനീകരണത്തിൻ്റെ സമയത്ത് നടന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും നമ്മളുടെ മനസ്സിലുള്ള കോളനി വാഴ്ചയുടെ അവസാനത്തെ തിരുശേഷിപ്പും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ അത് ഇല്ലാതാക്കുകയല്ല, കോളനി മൂല്യങ്ങൾ എടുത്തു മാറ്റുകയല്ല, അതിന് പകരം അത് എടുത്തു മാറ്റുന്ന സ്ഥലത്തേക്ക് മറ്റൊരു മൂല്യത്തെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ആ മൂല്യം ഏതാണ്? അത് ബ്രാഹ്മണിസമാണ്. അത് ഏതിലൂടെയാണ് കൊണ്ടുവരുന്നത്? സംസ്കൃതത്തിലൂടെയാണ്. അപ്പോൾ സംസ്കൃതത്തിലൂടെ ബ്രാഹ്മണിസത്തിൻ്റെ പുനരായനമാണ് നടത്തുന്നത്. അതിന് നമ്മളുടെ കോളനി വിരുദ്ധതയെ ഒരു മുഖംമൂടിയാക്കുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ IKS മിഷനുണ്ട്, ഇവിടെ ഉള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം അത് നമ്മളുടെ എല്ലാ സർവകലാശാലകളുടെയും എല്ലാ സ്കൂളുകളുടെയും പാഠ്യപദ്ധതിയിലേക്ക് കൊണ്ടുവരികയാണ്. നിശ്ചിത ശതമാനം ഈ പറയുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലെ അറിവുകൾ നമ്മളുടെ സർവകലാശാലകളുടെ സിലബസിൻ്റെ ഭാഗമാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഫണ്ട് ലഭിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന പേരിൽ ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ആരുടെ വിജ്ഞാനമാണ്? ആരുടെ മൂല്യങ്ങളാണ്? ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ വിജ്ഞാനം ഇന്ത്യൻ വിജ്ഞാനമായി കൊണ്ടാടപ്പെടുന്നുണ്ടോ? ഭാരതീയ വിജ്ഞാനമായി കൊണ്ടാടപ്പെടുന്നുണ്ടോ? അഥവാ ഇന്ത്യയുടെ അടിസ്ഥാന ജനതയുടെ വിജ്ഞാനത്തെ ഭാരതീയ വിജ്ഞാനമായി കൊണ്ടാടപ്പെടുന്നുവെങ്കിൽ അത് ഈ പറയുന്ന ബ്രാഹ്മണിസത്തിൻ്റെ ഒരു കവറിട്ടതിന് ശേഷം, അതിൻ്റെ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം, അതിൻ്റെ ഒരു പെയിൻ്റ് അടിച്ചതിന് ശേഷം മാത്രമാണ് അത് ചെയ്യുന്നതുള്ളതാണ്. അപ്പോൾ ഇതിന് ഈ പറയുന്ന കോളനി വിരുദ്ധ വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് സംസ്കൃതം പോലെ ഒരു ഭാഷയെ വീണ്ടും നമ്മളുടെ ജീവിതത്തിലേക്ക് പുനരാനയിച്ചു കൊണ്ടിരിക്കുകയാണ്. വിജയ് മാഷ് പറയും, അദ്ദേഹം നന്നായി സംസ്കൃതം അറിയുന്ന ആളായിരുന്നു. സംസ്കൃത പഠനത്തെ പറ്റി സംസ്കൃതവും ചരിത്രവുമായ ബന്ധം അതിനെപ്പറ്റി വിജയ് മാഷ് വളരെ കൗതുകരമായൊരു നിരീക്ഷണമുണ്ട്. അത് മാരാരെ പറ്റി പറയുമ്പോഴാണ്. മാരാരെ പറ്റി വിജയ് മാഷ് ക്ലാസ് എടുക്കും. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പേപ്പർ മാരാരുടെ സാഹിത്യത്തെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. കുട്ടികൃഷ്ണ മാരാരെ പറ്റി പഠിപ്പിക്കുന്ന ആ പേപ്പറിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് വിജയ് മാഷ് ആ ക്ലാസ്സിൽ ഡിഗ്രി ബിരുദ ക്ലാസ്സിലെ ഏറ്റവും അവസാന വർഷത്തെ ബിരുദക്കാർക്ക് വേണ്ടി എടുത്ത ക്ലാസ് നോട്ടുകൾ എഴുതിയെടുത്തൊരു വിദ്യാർത്ഥി പിന്നീട് അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാരാർ വിമർശനം. വിജയ് മാഷ് പറയുന്നുണ്ട്, മാരാർ കേരളത്തിലൊരു കുഗ്രാമത്തിൽ ജനിച്ച് സംസ്കൃതം മാത്രം പഠിച്ച് ആധുനിക വിജ്ഞാനം നേടിയ എല്ലാ മനുഷ്യരെയും എതിരിട്ട് നമ്മുടെ നാട്ടിൽ ജീവിച്ചു. മാരാരെ പറ്റിയുള്ള വിജയ് മാഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം മാരാർക്ക് ചരിത്രബോധം ഇല്ല എന്നുള്ളതാണ്. മാരാരുടെ ചരിത്രബോധത്തിൻ്റെ കുറവിനെയാണ് വിജയ് മാഷ് വിമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മാരാരുടെ ഒരു തെറ്റല്ല, അതും
വിജയമാഷ് പറയും. മാരാരുടെ തെറ്റല്ല. മാരാരാകെ പഠിച്ച സംസ്കൃതമാണ്. സംസ്കൃതമല്ലാതെ മാരാർക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നാലാപ്പാടിനെ പോലുള്ളവർ പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നും ചെറിയ കൈവഴികൾ വെട്ടി മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ആ കൈത്തോടുകളിൽ മുങ്ങിക്കുളിച്ച ആളായിരുന്നു മാരാരെന്നാണ് വിജയമാഷയുടെ നിരീക്ഷണം. അപ്പോൾ മാരാര് ചരിത്രബോധം കുറഞ്ഞൊരു വ്യക്തിയായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത് മാരാരുടെ ഒരു കുറ്റമായതുകൊണ്ടല്ല, അദ്ദേഹം സംസ്കൃതം മാത്രം പഠിച്ചതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് വിജയമാഷ് കാണുന്നത്. കാരണം മനുഷ്യന് ചരിത്രബോധമുണ്ടാകാൻ തുടങ്ങുന്നതിന് മുമ്പേ ചരിത്രം മൂല്യവത്തായ ഒന്നാണ്, അത് നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നതിന് മുമ്പേ സംസ്കൃതം അവസാനിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൻ്റെ പഠനം കൊണ്ട് നമുക്ക് ചരിത്രബോധം ഉണ്ടായെന്ന് വരില്ല. അത് സംസ്കൃതത്തിൻ്റെ ഒരു കുറവല്ല, അത് മാരാരുടെയും കുറവല്ല. ചരിത്രബോധം മനുഷ്യർക്കിൽ നമ്മുടെ നാട്ടിൽ രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ സംസ്കൃതം അവസാനിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ സംസ്കൃത പഠനം പ്രസക്തവുമാണ്. അപ്പോൾ വിജയമാഷ് പറയുന്ന കാര്യം, ഈ സംസ്കൃതം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കുട്ടികളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ല. എല്ലാ ടീച്ചർമാരും കുട്ടികളോട് ചോദ്യം ചോദിക്കും. കുട്ടികളോട് ചോദ്യം ചോദിക്കുക എന്നുള്ളത് ടീച്ചർമാരുടെ ഒരു അവകാശമാണ്. ടീച്ചർമാർക്ക് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് മറ്റൊരു അവകാശബോധമുള്ളത്, അത് കുട്ടികളാരും തങ്ങളോട് ചോദ്യം ചോദിക്കരുത് എന്നുള്ള കാര്യത്തിലാണ്. ഇത് രണ്ടും ടീച്ചർമാരുടെ അവകാശമാണ്. ഏത് കുട്ടിയോടും ചോദ്യം ചോദിക്കാനുള്ള അവകാശവും ഒരു കുട്ടിയും തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്നുള്ള അവകാശവും ടീച്ചർമാരുടെ ജന്മാവകാശം പോലെ കൊണ്ടു നടക്കുന്ന കാര്യമാണ്. അപ്പോൾ കുട്ടികളോട് സംസ്കൃത ടീച്ചർമാർ വന്നിട്ട് ലകാരങ്ങളെ പറ്റി ചോദിക്കും. 10 ലകാരങ്ങളാണുള്ളത്. അപ്പോൾ ലെട്ട് ചോദിക്കും, ലിട്ടർ ചോദിക്കും. അപ്പോൾ ഈ ലെട്ടും ലിട്ടുമൊക്കെ ചോദിക്കുന്നത് സത്യത്തിൽ എങ്ങനെയാണ്, അതെന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സംസ്കൃതം അറിയാത്ത നിങ്ങൾക്കത് അറിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഉദാഹരണം മാഷ് തന്നെ പറയുന്നുണ്ട്, 13ന്റെ പെരുക്ക പട്ടിക 16 വരെ ചൊല്ലാൻ പറയുന്ന പോലുള്ള പരിപാടിയാണത്. ഏത് കുട്ടിയുടെയും തലയ്ക്ക് കൂടം കൊണ്ടടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാര്യം. അപ്പോൾ സംസ്കൃതത്തിൽ ദൈനംദിന ഉപയോഗത്തിലില്ലാത്ത ഏതെങ്കിലും ഒരു ധാതു എടുത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു ലകാരം ചൊല്ലാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഏത് കുട്ടിയും ചിലപ്പോൾ വീണു പോകും. ടീച്ചറോട് തിരിച്ചു ആരും അത് ചോദിക്കാറില്ലെന്നുകൊണ്ട് ടീച്ചർ ഒരിക്കലും വീഴില്ല. അപ്പോൾ ഒരു സംസ്കൃത അധ്യാപികയോ മുട്ടുകുത്തിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിൽ യുവജനോത്സവം നടക്കുകയാണ്. അപ്പോൾ സംസ്കൃതത്തിലെ അക്ഷരശ്ലോക മത്സരത്തിൽ അവിടെ 1ാം സ്ഥാനം ലഭിക്കുന്ന, എ ഗ്രേഡ് ലഭിക്കുന്ന ഒരു കുട്ടി ചിലപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതാധ്യാപക വിഭാഗത്തിൻ്റെ HOD അക്ഷരശ്ലോകത്തിൽ മത്സരിച്ചാൽ ടീച്ചർ തോൽക്കാനാണ് സാധ്യത. കുട്ടി ജയിക്കും. കാരണം കുട്ടി 51 അക്ഷരങ്ങളിലുമുള്ള 10 ശ്ലോകം വീതം മനപ്പാഠം പഠിച്ചതിന് ശേഷമാണ് മത്സരത്തിന് പോകുന്നത്. കുട്ടി ആ മത്സരത്തിന് തയ്യാറായി വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുട്ടി ജയിക്കും. അവിടെ ടീച്ചർ തോൽക്കുന്നത് ടീച്ചർക്ക് അറിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ആ മത്സരത്തിന് ടീച്ചർ പരിശീലിച്ചിട്ടില്ല എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ മത്സരം പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നത് മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിൽ കളി നിയമങ്ങൾ മാറ്റിയാൽ എത്ര വലിയ മത്സരാർത്ഥിയും തോറ്റുപോകും. അങ്ങനെ തോറ്റതാണ് ബീഹാർ. ബീഹാറിൽ എങ്ങനെ തോറ്റു എന്ന് ചോദിച്ചാൽ, മത്സരത്തിൻ്റെ തലേമാസങ്ങളിൽ അവിടെ മത്സരിക്കാനായി തയ്യാറായി നിൽക്കുന്ന 50 ലക്ഷം പേർക്ക് മത്സരിക്കാൻ അവകാശമില്ലാത്ത അവസ്ഥയിൽ അവർ പെട്ടുപോയി നിൽക്കുകയാണ്. മത്സരത്തിൻ്റെ കളി നിയമങ്ങൾ ഏറ്റവും അവസാന നിമിഷം മാറ്റപ്പെടുമ്പോൾ എങ്ങനെയാണ് മത്സരം തുല്യമായ രീതിയിൽ നടക്കുക എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ കേരള സർവകലാശാലയിൽ ഇപ്പോൾ ജാതിയെപ്പറ്റി, ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ജാതിയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ജാതി ഉന്മൂലനം നടന്ന നാട്ടിൽ പോലും ജാതി ഏത് തരത്തിലാണെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണണം. കേരളത്തിലെ സർവകലാശാലയിൽ PhDയുടെ ഓപ്പൺ ഡിഫൻസ് നടക്കുന്നു. ഓപ്പൺ ഡിഫൻസിന് നിൽക്കുന്ന കുട്ടി, ആ കുട്ടി സംസ്കൃതത്തിൽ ആ കുട്ടിയെ സംസാരിക്കാൻ വേണ്ടത്ര ശേഷിയില്ലാത്തത് കൊണ്ട് ഈ കുട്ടി സംസ്കൃതമേ അറിയാത്ത കുട്ടിയാണ് എന്ന രീതിയിൽ പ്രചരണം വരികയാണ്. സംസ്കൃതം അറിയില്ല എന്നിവർ മുദ്ര കുത്തുന്ന ദളിതനായ വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ നാം പരിശോധിക്കണം. അദ്ദേഹം മറ്റൊരു സർവകലാശാലയിൽ നിന്ന് BA പാസ്സായി, ഈ സർവകലാശാലയിൽ നിന്ന് MA പാസ്സായി, അതിനുശേഷം അവിടെ MPhil പാസ്സായി. ഇതേ ഗൈഡിൻ്റെ കീഴിൽ നിന്ന് MPhil ബിരുദം, അദ്ദേഹത്തിൻ്റെ MPhil തീസിസ് അവിടെ സബ്മിറ്റ് ചെയ്ത് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പാസ്സായി. അതിനുശേഷം അധ്യാപക പരിശീലനം നേടി B.Ed നേടി. അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന M.Ed കഴിഞ്ഞു. അതിനുശേഷം കേരള സർവകലാശാലയിൽ റിസർച്ച് ചെയ്യുന്നു. ആ വ്യക്തി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ PhD പ്രബന്ധം സമർപ്പിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അന്ന് ഓപ്പൺ ഡിഫൻസിൻ്റെ വേദിയിൽ വെച്ച് അദ്ദേഹം സംസ്കൃതം അറിയാത്തത്, സംസ്കൃതം പറഞ്ഞില്ല എന്നുള്ളതാണ് കുറ്റം. പറഞ്ഞില്ല എന്ന് ഇവർ ആരോപിക്കുന്നു, എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് സംസ്കൃതത്തിൻ്റെ സംഭാഷണത്തെ പറ്റി ചില കാര്യങ്ങൾ പറയാം. അതെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ അപകോളനീകരണം നമ്മൾ ഇതിലൂടെ നടത്തുന്നു, സംസ്കൃതത്തിലൂടെ നടത്തുന്നതെന്നാണല്ലോ പറയുന്നത്. ഇന്നിപ്പോൾ ഈ സംസ്കൃതജ്ഞയാണെന്ന് അവകാശപ്പെടുന്ന ടീച്ചർ പറയുന്ന സംസ്കൃതം, ടീച്ചറുടെ ശിഷ്യന്മാരെഴുതുന്ന സംസ്കൃതം, അതൊരു കൊളോണിയൽ സംസ്കൃതമാണ് എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവർക്ക് ഈ ഭാഷ പഠിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് ഈ ഭാഷ കൃത്യമായി മനസ്സിലാക്കണം. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് അറിയണം. നമ്മുടെ നിയമവുമായി ബന്ധപ്പെട്ട അന്നോളമുള്ള നിയമവ്യവഹാരങ്ങളുടെ പുസ്തകങ്ങൾ മുഴുവൻ ഇതിലാണ്.
ഈ ജനതയുടെ സംസ്കാരം, ഇവരെ ഭരിക്കപ്പെടുന്ന അതീശ വിഭാഗങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നു എന്ന് പറയുന്നത് ഈ അന്നത്തെ കോളനി വൽക്കരണം നടത്തുന്ന രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ സൂക്ഷ്മമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ സംസ്കൃതം സർവകലാശാലകൾ, കോളേജുകൾ, ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്ന കോളേജുകൾ പഠന വിഷയമായി മാറുന്നു. വ്യത്യസ്തങ്ങളായ നാടുകളിൽ നാട്ടുരാജാക്കന്മാർ സംസ്കൃത കോളേജുകൾ സ്ഥാപിക്കുന്നു, സംസ്കൃത സ്കൂളുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കാശിയിൽ രാജകീയ സംസ്കൃത മഹാവിദ്യാലയം, അവിടെ നിന്നാണ് സംസ്കൃതത്തിൽ ആദ്യമായി ഒരു പത്രം ഇറങ്ങുന്നത്. അതിൻ്റെ പേര് കാശി വിദ്യാസുധാനിധി എന്നാണ്. സംസ്കൃതത്തിൽ ആദ്യത്തെ പത്രം ഉണ്ടാവുകയാണ്. അതിലെന്താണ് എന്ന് ചോദിച്ചാൽ, അതിൽ കുറച്ച് മാനുസ്ക്രിപ്റ്റുകളൊക്കെ കണ്ടിട്ട് അതൊന്നോളം പ്രസിദ്ധീകരിക്കാത്ത കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന, വീണ്ടും അച്ചടിയിലേക്ക് കൊണ്ടുവരുന്ന, അച്ചടിക്കപ്പെടാത്ത പുസ്തകങ്ങൾ അച്ചടിയിലേക്ക് കൊണ്ടുവരിക, അത് ലക്കങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന പതിവോടുകൂടിയാണ് കാശി വിദ്യാസുധാനിധിയൊക്കെ പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ലാഹോറിൽ നിന്ന് വിദ്യോദയം എന്ന് പറഞ്ഞൊരു സംസ്കൃത മാസിക വരുന്നുണ്ട്. അപ്പോൾ 1866 ഈ കാശി വിദ്യാസുധാനിധി എന്ന് പറഞ്ഞ ആദ്യത്തെ സംസ്കൃത പത്രിക ഇറങ്ങുന്നത്. കുറച്ചു കാലമാണ് അത് നടന്നത്. അപ്പോൾ ഈ ലാഹോറിൽ നിന്ന് വന്ന ഈ പറയുന്ന വിദ്യോദയത്തിൻ്റെ പത്രാധിപരായിരുന്ന ഋഷികേശ് ഭട്ടാചാര്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മൾ ദൈനംദിനം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ഭാഷയിലൂടെ പറയാൻ, ജേർണലിസ്റ്റാണല്ലോ, പറയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പറയാൻ ശ്രമിക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഈ ഭാഷയിലൂടെ അത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ വായനക്കാർക്ക് വായിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം സംസ്കൃതം എഴുതുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. മലയാളം പോലെ സമസ്ത പദങ്ങളായി എഴുതി പോകുന്ന ഒരു ശൈലിയാണ് ഇതിനുള്ളത്. അപ്പോൾ ദീർഘമായിട്ടുള്ള പദങ്ങളാണ്. ഒരു വരയിൽ നിന്ന് തുടങ്ങിയാൽ എവിടെയാണ് സ്റ്റോപ്പ് ഇടേണ്ടതെന്ന് അറിയാത്ത തരത്തിലുള്ള ദണ്ഡകങ്ങൾ പോലെ നീണ്ടു കിടക്കുന്ന വരികളാണ് ഇതിനുള്ളത്. പിന്നീട് വായിക്കുന്നയാളിത് കൃത്യമായി പദച്ഛേദം ചെയ്തെടുക്കണം. പദം മുറിച്ച് വായിച്ച് മനസ്സിലാക്കണം. പദം മുറിക്കുന്ന സ്ഥലം മാറിപ്പോയാൽ അർത്ഥം തന്നെ മാറിപ്പോകും. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഉപ്പ്, മുളക്, തിപ്പലി, സംസ്കൃതം ടീച്ചർമാർ പറയുന്ന ഒരു ഉദാഹരണമാണ് ഉപ്പു, മുളക്, പല്ലി എന്നായി മാറും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ പദം മുറിക്കുന്നത് മാറിപ്പോയാൽ അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കണം? നമ്മൾ പദത്തെ പിരിച്ചെഴുതണം. എങ്കിലേ ഇത് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, അച്ചടിക്കാൻ പറ്റും, അച്ചടിച്ചാൽ വായിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് പല പദങ്ങളും ആധുനികമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ത്രാണി ഈ ഭാഷയ്ക്കില്ല. പുതിയ പദങ്ങൾ ചിലപ്പോൾ നിർമ്മിക്കേണ്ടി വരും. എങ്ങനെയെന്ന് വെച്ചാൽ ഹീബ്രു ഇതുപോലെ ഒരു നഷ്ടഭാഷയായിരുന്നു. അവരുടെ ദേശീയാഭിമാനത്തിൻ്റെ ഭാഗമായി ജൂതരതിനെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച സമയത്ത് അവരാദ്യം നിർമ്മിച്ച കാര്യങ്ങളിലൊന്ന് ഡിക്ഷണറി ആയിരുന്നു. ആദ്യം ഡിക്ഷണറി ഉണ്ടാക്കുകയും ഡിക്ഷണറി വെച്ച് ഭാഷ ഉണ്ടാക്കുകയും ചെയ്യാണ്. ഇതാണോ യഥാർത്ഥ ഹീബ്രു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. മുമ്പ് ഇതായിരുന്നോ ഹീബ്രു എന്ന് വെച്ചാൽ അറിയില്ല. അവർ പിന്നീട് അവരുടെ അഭിമാനത്തിൻ്റെ, അവരുടെ വംശാഭിമാനത്തിൻ്റെ ഭാഗമായി കൃത്രിമമായി ഡിക്ഷണറി ആദ്യം നിർമ്മിച്ച് പിന്നീട് സൃഷ്ടിച്ചെടുത്തൊരു ഭാഷയാണ് നമ്മളിന്ന് കാണുന്നത്. നമ്മൾ ഓർക്കണം. അത്തരത്തിൽ സംസ്കൃതത്തിൽ ഒരു ശ്രമം നടക്കുകയാണ്. സംസ്കൃതത്തിൽ ഒരു പുതിയ സംസ്കൃതം ഉണ്ടാകുന്നു. ആ സംസ്കൃതം ഒരു കൊളോണിയൽ സംസ്കൃതമാണ്. അപ്പോൾ ഈ കൊളോണിയൽ സംസ്കൃതം ഇപ്പോൾ നിങ്ങൾ നമ്മുടെ കേരളത്തിലേക്കുള്ള സംസ്കൃതത്തിൽ സ്കൂൾ ടെക്സ്റ്റുകൾ എടുത്ത് നോക്കിയാൽ കാണുന്ന പദത്തെ ഇങ്ങനെ പിരിച്ചെഴുതുന്ന സമ്പ്രദായം താരതമ്യേന ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായി വന്ന ഒന്നാണ് എന്ന് സത്യവർക്കറിയില്ല. മാത്രമല്ല, സംസ്കൃതം സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ ഈ പ്രാകൃതത്തിലെ പണ്ഡിതർ അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സംസ്കൃതത്തിലെ സാഹിത്യം മുൻനിർത്തി അവർ സംസ്കൃതംകാരെ പരിഹസിക്കും. നിങ്ങൾ സംസ്കൃത സാഹിത്യം എന്ന് പറഞ്ഞാൽ, കാളിദാസൻ നിങ്ങളുടെ ഒരു കവിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 50% അംഗീകരിക്കും. കാരണം കാളിദാസൻ്റെ ശൂദ്ര കഥാപാത്രങ്ങൾ, അവർണ കഥാപാത്രങ്ങൾ, സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാം സംസാരിക്കുന്നത് പ്രാകൃത ഭാഷയിലാണ്. മനോഹരമായ പ്രാകൃത ശ്ലോകങ്ങൾ സംസ്കൃതത്തിൽ കാളിദാസൻ പ്രാകൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ശാകുന്തളത്തിൻ്റെ 50% സംസ്കൃതത്തിലല്ല. അപ്പോൾ കാളിദാസൻ ഇങ്ങനെ നിങ്ങളുടെ കവിയാവോ? ഞങ്ങളുടെ കവിയാണ്. അല്ല, ഞങ്ങളുടേതും കൂടെ കവിയാണ്. നിങ്ങൾക്ക് മാത്രമായി കാളിദാസന് പ്രത്യേക അവകാശമൊന്നുമില്ല എന്ന് പ്രാകൃതത്തിലെ പണ്ഡിതന്മാർ ഞങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അത് പറയാറുണ്ട്. അതൊരു അവകാശവാദം, അത് ശരിയായ ഒരു അവകാശവാദമാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ഈ സംസ്കൃതത്തിനെ ഇവർ ആധുനികമായ വ്യവഹാരത്തിന് ഒതുങ്ങുന്നൊരു ഭാഷയാക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുകയാണ്. അതിൽ സംഘപരിവാറിന് വലിയൊരു റോളുണ്ട്. സംഘപരിവാറിൻ്റെ സംസ്കൃത ഭാരതി എന്ന് പറയുന്ന ഒരു സംഘടന, കേരളത്തിൽ അതിൻ്റെ പേര് വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം എന്നാണ്. അവർ 10 മണിക്കൂർ കൊണ്ട് ആളുകളെ സംസ്കൃതം പഠിപ്പിക്കാമെന്ന് പറയുന്ന ആളുകളാണ്. 10 ദിവസം കൊണ്ട് നിങ്ങൾ ആരെ വേണമെങ്കിലും സംസ്കൃതം പഠിപ്പിക്കും. ഇതാണ് വാഗ്ദാനം, ഓർക്കണം. ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ ടീച്ചർ. കുട്ടിക്ക് സംസ്കൃതം പഠിക്കാറില്ലെന്ന് പറഞ്ഞ ടീച്ചർ. അപ്പോൾ ടീച്ചറോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ മഹനീയമായി ഭാഷ പഠിക്കാൻ എത്ര ദിവസം വേണം ടീച്ചർ എന്ന് ചോദിച്ചാൽ ടീച്ചർ പറയും 10 ദിവസം കൊണ്ട് ഞങ്ങൾ ആരെയും സംസ്കൃതം പഠിപ്പിക്കും. അതായത് 10 ദിവസം ഓരോ മണിക്കൂർ വെച്ചാണ് പഠിപ്പിക്കുക. അപ്പോൾ 10 മണിക്കൂർ
10 മണിക്കൂർ കൊണ്ട് എനിക്കും നിങ്ങൾക്കും പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് എന്ന് പറയുന്ന ഈ ഭാഷ ആ കുട്ടി ഇവർ ആഗ്രഹിച്ച പോലെ സംസാരിച്ചില്ല എന്നുള്ളതാണ് ആ കുട്ടിയുടെ മേലുള്ള കുറ്റം. എന്ത് സംസ്കൃതം സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്? ഞാനൊരു സംസ്കൃത അധ്യാപകനോട് പറയാണ്, ഒരിക്കൽ ഈ സംസ്കൃത ഭാരതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകനോട് പറഞ്ഞു, ഈ പാരമ്പര്യ സംസ്കൃതക്കാർ ഞങ്ങളെ പുച്ഛിക്കുകയാണ്, ഞങ്ങൾ സംസ്കൃതം പറയുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതിനെന്താണെന്ന് ചോദിച്ചപ്പോൾ, എന്താണ് പുച്ഛം? പുച്ഛം വളരെ കാര്യമാണ്. ഞങ്ങൾ പറയുന്ന സംസ്കൃതത്തെ അവർ ഇഡ്ഡലി സംസ്കൃതം എന്നാണ് പറയുന്നത്. ഇഡ്ഡലി സംസ്കൃതം അതെന്തോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭാഷണ സംസ്കൃതം പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർമാരോട് നമ്മൾ ചോദിക്കുകയാണ്, ടീച്ചറെ ഇഡ്ഡലിക്ക് എന്തോ സംസ്കൃതി പറയാന്ന് ചോദിച്ചാൽ ടീച്ചർ പറയും ഇഡ്ഡലി. അതൊക്കെ സംസ്കൃതമായാൽ മതി. അതൊരു തെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. എത്രയോ ഇംഗ്ലീഷ് പദങ്ങൾ ബസ്സിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? ബസ് എന്താ പറയുക? ബ്ലൗസിന് എന്താ പറയുക? ബ്ലൗസ് എന്നല്ലേ പറയാറ് അല്ലേ? അല്ല, സാധാരണ ഒരു മലയാളികളല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാരമ്പര്യ സംസ്കൃത പണ്ഡിതന്മാർക്ക് ഇത് ഇഷ്ടമല്ലാത്തതിൻ്റെ കാരണം അവർ പറയുന്നത് ഇത് വിജ്ഞാനത്തിൻ്റെ വ്യവഹാരത്തിനുള്ളൊരു ഭാഷ മാത്രമാണ്. ഇതൊരു സംസ്കൃതത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയാണ്. ശാസ്ത്രം പ്രതിപാദനം ചെയ്യാനുള്ള ഭാഷയാണ്. ഇതെല്ലാവരും ഒരുപോലെ ആയിരിക്കണം. നിങ്ങളൊരു ഭാഷ പ്രാദേശികമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഈ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ നിമിഷം അതിൽ പ്രാദേശിക ഭേദങ്ങളുണ്ടാകും. അത് ആ ഭാഷയുടെ ഈ ശാസ്ത്രീയമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നത്, ശാസ്ത്രം എന്നവർ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ്. അതിലെ ശാസ്ത്രത്തെയാണ് ഇപ്പോൾ കാവ്യശാസ്ത്രം എന്ന് പറയുന്നത്. ഈ ശാസ്ത്രത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് കൈകാര്യം ചെയ്യാനുള്ളതിൻ്റെ കഴിവ് നഷ്ടപ്പെടും. ഈ സംഭാഷണ സംസ്കൃതക്കാർ, ഈ വ്യവഹാര സംസ്കൃതക്കാർ സംസ്കൃതത്തെ നശിപ്പിക്കുകയാണെന്നുള്ളതാണ് അവരുടെ ആരോപണം. കാരണം അവരിതാ നോക്കൂ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പൂണിനെ ഇവർ ചമസം എന്ന് പറയും. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന യാഗോപകരണം, ശ്യാംകുമാർ എഴുതിയിരുന്നു, യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന യാഗോപകരണത്തിന് യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ചമസം. അതിന് ഇവരെന്തിനാണ് ഉപയോഗിക്കുന്നത്? അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പൂൺ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. ഇത് വേദനിന്ദയാണെന്നുള്ളതാണ് വേദപണ്ഡിതന്മാരായ ജയന്തിട്ടയെ പോലുള്ള സംസ്കൃത പണ്ഡിതന്മാരുടെ അഭിപ്രായം. നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിയിൽ അന്വേഷിച്ച് കിട്ടും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധം തന്നെയുണ്ട്, സംസ്കൃതം എങ്ങനെയാണ് മലിനീകരിക്കപ്പെടുന്നതാണ്. യാഥാസ്ഥിതികരായ ബ്രാഹ്മണർ പറയുന്നത് സംസ്കൃതത്തിനെ ഇവർ മലിനീകരിക്കുകയാണ്. ഈ മലിന സംസ്കൃതം പറഞ്ഞില്ല എന്നുള്ളതാണ് കുട്ടി ചെയ്ത കുറ്റം. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്, എന്നെ സംസ്കൃതം പഠിപ്പിച്ച പല ടീച്ചേഴ്സും, വളരെ സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള പല ടീച്ചർമാരും സംസ്കൃതം സംസാരിക്കുന്നവരല്ല. അതിനർത്ഥം അവർക്ക് സംസ്കൃതം അറിയില്ല എന്നുള്ളതല്ല. സംസ്കൃതത്തിലെ ശാസ്ത്ര വിഷയങ്ങളിൽ വലിയ പാണ്ഡിത്യമുള്ളവർ പോലും നിത്യവ്യവഹാരത്തിൽ അത് ഉപയോഗിക്കാത്തതുകൊണ്ട്, അവർക്ക് അത് വളരെ ഒഴുക്കോടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. സംസാരിക്കുന്ന ആളുകളുണ്ട്, പ്രൗഢമായ സംസ്കൃതം സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് അവർ നിത്യമായി, അവർക്ക് അപ്പുറത്ത് ഒരാളെ സംസാരിക്കാൻ കിട്ടുമ്പോഴല്ലേ ഒരു ഭാഷ സംസാരിച്ച് ശീലിക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള സാഹചര്യമുള്ള ആളുകൾ സംസാരിക്കുന്നതിൽ കവിഞ്ഞ് സംസ്കൃതത്തിൽ, അതിൻ്റെ വ്യാകരണത്തിൽ, അതിൻ്റെ കാവ്യശാസ്ത്രത്തിൽ, സാഹിത്യത്തിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ആളുകൾ പോലും, സംസ്കൃതത്തിലുള്ള വേദാന്തത്തിലൊക്കെ വലിയ പാണ്ഡിത്യമുള്ള ആളുകൾ പോലും ഭാഷ സംസാരിക്കുന്ന കാര്യത്തിൽ അധികം നിപുണരല്ല. അതിന് ആ ഭാഷയുടെ വ്യാകരണം കൂടെ ഒരു ഘടകമാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വൃക്ഷം എന്നൊരു വാക്ക്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വൃക്ഷം എന്താണ്? മരം. ഏതാ ലിംഗം? നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെല്ലാവരും പുല്ലിംഗവും സ്ത്രീകളെല്ലാം സ്ത്രീലിംഗവും പിന്നെ മറ്റ് എല്ലാം തന്നെ നമ്മൾ നപുംസകലിംഗത്തിലും പ്രയോഗിക്കും. അപ്പോൾ ലത, വള്ളി എന്നർത്ഥത്തിൽ നമുക്കതെന്താണ്? നപുംസകമാണ്. സംസ്കൃതത്തിലത് ലത സ്ത്രീയാണ്, വൃക്ഷ പുരുഷനാണ്. അപ്പോൾ മലയാളം സംസ്കൃതം തമ്മിൽ പദസമ്പത്തിൽ വലിയ ഐക്യമുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ വ്യാകരണപരമായി തികച്ചും വ്യത്യസ്തമായ ഘടനയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മലയാളി സംസ്കൃതം പറഞ്ഞാൽ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്, മറ്റേതിനേക്കാൾ കൂടുതലാണ്. കാരണം മലയാളി സംസ്കൃതത്തിൽ പറയുമ്പോൾ ഇത് വൃക്ഷം എന്ന് പറയാനാണെങ്കിൽ ഇതം വൃക്ഷം എന്ന് പറഞ്ഞു പോകും. നപുംസകലിംഗത്തിൽ പ്രയോഗിക്കും, അയം വൃക്ഷ എന്ന് പറയില്ല. നമ്മളറിയുന്ന വളരെ പ്രധാനപ്പെട്ട അധ്യാപകർ തന്നെ പറയുമ്പോൾ തെറ്റി പറഞ്ഞതിന് ശേഷം
പിന്നീട് തിരുത്തി പറഞ്ഞുകൊണ്ടൊക്കെയാണ് പലപ്പോഴും മുന്നോട്ട് പോകുക. അത് അവരുടെ പാണ്ഡിത്യത്തിൻ്റെ കുറവല്ല, മറിച്ച് ഈ ഭാഷ അത് നമ്മൾ ദൈനംദിനം ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ മലയാളികൾ സംസ്കൃതം പറഞ്ഞാൽ മലയാളികളുടെ സംസ്കൃതമായി മാറും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന സംസ്കൃതത്തിലെ ചില മാസികളൊക്കെ അപൂർവമായിട്ടുണ്ട്. അതിലെഴുതുന്ന സംസ്കൃതം വായിച്ചാൽ മലയാളികൾക്ക് മാത്രമേ മനസ്സിലാവൂ. കർണാടകയിൽ നിന്ന് ഇറങ്ങുന്ന സുധർമ്മയിലെ സംസ്കൃതം മറ്റൊന്നാണ്. കാരണം അവരുപയോഗിക്കുന്ന കന്നഡ ഭാഷയിൽ ഉപയോഗിക്കുന്ന ധാതുക്കൾ വെച്ചിട്ടുള്ള സംസ്കൃതമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന ഒരു മലയാളത്തിലെ ഒരു മലയാളി സംസ്കൃതം സംസാരിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല, ശരിയല്ലേ? വിദ്യാഭ്യാസ മന്ത്രിക്ക് സംസ്കൃതത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ പോരെ? വിദ്യയും അഭ്യാസവും ഈ മന്ത്രിയും ഒക്കെ സംസ്കൃതമല്ലേ ആണ്. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ ഇവിടെ ഡൽഹിയിൽ നിന്നിട്ടൊരു സംസ്കൃത ഭാഷയോട് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ അത് എന്താ സംഭവം എന്ന് ചോദിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശിക്ഷാമന്ത്രിയാണ്, ശിക്ഷയാണ് വിദ്യാഭ്യാസം. അപ്പോൾ ഇവരിങ്ങനെ പറയും. മലയാളിയായ ഒരാൾക്ക് ഭീകരവാദം സംസ്കൃതത്തിൽ പറഞ്ഞാൽ പോരെ, മതി. ഇവിടെ വന്നാലോ ഭീകരവാദം എന്ന് ഇവിടുത്തെ ഒരു പണ്ഡിതനോട് ഞാൻ സംസ്കൃതത്തിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. ഇവിടെ ആതങ്കവാദം പറയേണ്ടി വരും. അപ്പോൾ സംസ്കൃതത്തിലേക്ക് ഇപ്പോൾ സംസ്കൃതം എല്ലാ ഭാഷകളുടെയും മാതാവാണെന്ന് പറയുമ്പോൾ വ്യവഹാര സംസ്കൃതം ആരംഭിച്ചതിന് ശേഷം പ്രാദേശിക ഭാഷകൾ സംസ്കൃതത്തിൽ നിന്ന് പദങ്ങൾ കടം കൊണ്ടാണ് ഇപ്പോൾ വികസിക്കുന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പ്രാദേശിക ഭാഷകൾ ഇംഗ്ലീഷ് നടക്കം സംസ്കൃതത്തിലേക്ക് പദങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് ഞാൻ പോവുകയില്ല. മറിച്ച് സംസ്കൃതത്തിലെ എല്ലാ വിഭാഗങ്ങളിലും ഈ പറയുന്ന ടീച്ചറുടെ ശിഷ്യൻ തന്നെ PhD പ്രബന്ധം എഴുതി സമർപ്പിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അതവിടെ അനുവദനീയമാണ്. ഓപ്പൺ ഡിഫൻസിന് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുക എന്നതിൽ കവിഞ്ഞ് തൃപ്തികരമായ ഉത്തരമെന്ന് ചോദ്യകർത്താവിന് തോന്നുന്ന ഒരു ഉത്തരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റി ഞാനിപ്പോൾ നിങ്ങളോട് ജാതിയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഒടുവിൽ എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ കണ്ടെത്തലുകൾ എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്, അല്ലേ? എൻ്റെ കണ്ടെത്തൽ മാനവിക വിഷയങ്ങളിൽ അന്തിമമായൊരു തീർപ്പില്ല. എൻ്റെ കണ്ടെത്തൽ മറ്റൊരാൾക്ക് അത് കേവലം അഭിപ്രായ പ്രകടനം മാത്രമാണ് എന്ന് തോന്നാം. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇവന് PhD കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അപ്പോൾ അക്കാദമികമായി യാതൊരു തരത്തിലുള്ള മൂല്യവുമില്ലാത്ത ചില വാദങ്ങൾ ഉയർത്തി ഒരു വ്യക്തിയുടെ ജീവിതം കുളം തോണ്ടുകയാണ്. ഇത് ഓപ്പൺ ഡിഫൻസ് വിധത്തിലെത്തിയ ഒരു ദളിതൻ്റെ കാര്യമാണ്. ഈ ഓപ്പൺ ഡിഫൻസിന് മുമ്പ് ഇത്തരത്തിൽ പീഡനം അനുഭവിച്ച് പിരിഞ്ഞു പോകുന്നവരുടെ സംഖ്യ എത്രയാണ്? അത് അക്കാദമിക വേദിയിൽ നിന്ന് അവിടെ പ്രവർത്തിക്കുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണം. ഒരു ദളിതരായ വ്യക്തി എങ്ങനെയാണ് ഇത് ഇല്ലായ്മ ചെയ്യുന്നത്? അപ്പോൾ സർവർക്കും തുല്യത വാഗ്ദാനം ചെയ്യുന്ന ഒരു ഭരണഘടനയുള്ള ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നിങ്ങളൊന്ന് കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുക, അവിടെ ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള മൗലാന ഫെലോഷിപ്പ് വാങ്ങിക്കുന്ന കുട്ടികൾ അവർക്ക് എത്ര മാസമായി ഫെലോഷിപ്പ് കിട്ടിയിട്ട് കൊടുക്കുന്നില്ല. ദളിത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഗ്രാൻറ്റുകൾ നൽകിയിട്ട് എത്ര കാലമായി എന്ന് ചോദിച്ചാൽ കൃത്യമായി ലഭിക്കുന്നില്ല. അവർ പലരും പഠനം പാതി വഴി നിന്നു പോവുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അംബേദ്കറെ പോലെ ചമ്പൂകനെ പോലെ ഒരാളുണ്ടാകരുത്. അവരുടെ ഹിംസ നാം പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വസ്തുതയാണ്. അപ്പോൾ ജനാധിപത്യത്തെപ്പറ്റി നമ്മളുടെ ചിന്തകൾ ഇത്തരത്തിൽ ഇവിടെ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന കാലത്ത് നമ്മളുടെ രാജ്യം ഈ രാജ്യം രൂപീകൃതമാകുന്ന സമയത്ത് നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന സമയത്ത് നാം വിജയമാഷെ പോലുള്ള ജൈവ ബുദ്ധിജീവികളുടെ ചിന്തകളിലേക്ക് നാം തിരിച്ചു പോവുകയാണ്. അവർ ഇപ്പോൾ ഈ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. അവർ അതിന് കണ്ടതുണ്ട്. ഇപ്പോൾ വിജയമാഷ 10 വോള്യമുള്ള കൃതികൾ നിർത്തിവെച്ചുകൊണ്ട് അതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഏത് എന്ന് പറയാനല്ല ഞാനിവിടെ വന്നിട്ടുള്ളത്. മറിച്ച് ഏതൊരു ചിന്തകൻ്റെയും അദ്ദേഹം സെമിനാർ ഹാളിൽ നിന്നുകൊണ്ട് സെമിനാർ അവതരിപ്പിക്കുക മാത്രം ചെയ്ത ഒരാളാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വൈരുദ്ധ്യം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? ആലോചിച്ച് ഉറപ്പിച്ച് വെട്ടി തിരുത്തി സെമിനാർ ഹാളിൽ മാത്രം പ്രവർത്തിക്കുന്ന ബുദ്ധിജീവികൾ അവരുടെ ജീവിതത്തിൻ്റെ തുടക്കവും ഒടുക്കവും അക്കാദമിക ജീവിതത്തിൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ തുടക്കവും ഒടുക്കവും ഒരുപോലെയായിരിക്കും. ഒരു വൈരുദ്ധ്യവുമില്ലാത്ത ജീവിതം ജീവിച്ചു തീർക്കലായിരിക്കും. അതിന് പകരം റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്ന ഒരാളാണെങ്കിൽ, ഈ റോഡിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിന് ഇവിടെ തന്നെ പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, അനീതി നടക്കുമ്പോൾ അതിലിടപെട്ട് തല്ലുകൂടുന്നവരെ പിടിച്ചു മാറ്റുന്ന ഒരാളാണെങ്കിൽ,
അനീതി നേരിട്ട ഒരാളുടെ കണ്ണീരൊപ്പുന്ന ഒരാളാണെങ്കിൽ, അദ്ദേഹത്തിന് നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാൻ പ്രവർത്തിച്ച ഒരാളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആ വൈരുദ്ധ്യങ്ങൾ മുഴുവൻ എടുത്തു വെച്ചുകൊണ്ട് ആ വ്യക്തിയെ റദ്ദ് ചെയ്യുക എന്നത് ഒരു പ്രവർത്തനമല്ല, മറിച്ച് ഒരു ജീവിതത്തിൻ്റെ ആകത്തുക എന്താണെന്നുള്ളതാണ്. വിജയൻ മാഷെ പോലുള്ള ഒരാൾ മുന്നോട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, വിജയൻ മാഷ് ഒരു ഇടതു ചിന്തകനാണ്, ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ച ഒരാളാണ്. ഒരു പക്ഷേ യാഥാസ്ഥിതിക ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ വിജയൻ മാഷ് വായിക്കുന്ന ആളുകളുണ്ട്. വിജയൻ മാഷ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് നടത്തിയ വലിയ പോരാട്ടങ്ങൾ, അത് ഇടതുപക്ഷത്തിനകത്തുള്ള, പ്രത്യേകിച്ച് CPM-നകത്തുള്ള ഒരു ഇന്നർ പാർട്ടി പൊളിറ്റിക്സിൽ അത് വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളാണതല്ല. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അക്കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസക്തമായ കുറേ നിരീക്ഷണങ്ങളുണ്ട്. അത് ജാതിയെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ അദ്ദേഹം അവസാനം എത്തി നിൽക്കുന്ന ഒരു നിഗമനമുണ്ട്. അത് ഞാനിങ്ങനെ പറയാം. അപ്പോൾ മാഷ് തന്നെ ഒരു കോട്ടിങ് വായിച്ചാൽ നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങളില്ലാതെ അത് മനസ്സിലാകുന്നുള്ളതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. ജാതി വ്യവസ്ഥയിലെ കടുത്ത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ വർഗസമരത്തിൻ്റെ സിദ്ധാന്തം പറഞ്ഞതുകൊണ്ട് ആവുകയില്ല. കടുത്ത യാഥാർത്ഥ്യങ്ങൾ അനുഭവിക്കുന്നവരെ മുതലാളിത്തം ചൂഷണത്തിന് ഉപയോഗിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഇടതുപക്ഷക്കാർക്കുണ്ട്. സഹോദരൻ അയ്യപ്പനെയും KP കറുപ്പനെയും ശരിയായി മനസ്സിലാക്കാൻ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കഴിയാതെ പോയിട്ടുണ്ട്. ടാഗോറിനേക്കാൾ ദാർശനികമായ ആഴമുള്ള കവിയാണ് ആശാൻ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഗുരു പറഞ്ഞ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന പ്രയോഗത്തിൻ്റെ ആഴം നാം അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ വക്താക്കളായി നാം മാറേണ്ടതുണ്ട്. അപ്പോൾ ജാതി വ്യവസ്ഥയിലെ കടുത്ത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ വർഗസമരത്തിൻ്റെ സിദ്ധാന്തം മാത്രം പറഞ്ഞിരിക്കുക എന്നുള്ളതല്ല നാം ചെയ്യേണ്ടത്. ആ കടുത്ത യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുക. ഇപ്പോൾ JNUവിലെ എൻ്റെ ഗവേഷക സുഹൃത്തുക്കൾ അപരാജിതയും അമുദയും എല്ലാം ഇവിടെയുണ്ട്. അവർ JNUവിലെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ജയ് ഭീം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു കടുത്ത യാഥാർത്ഥ്യബോധത്തോടെ അഭിമുഖീകരിക്കാനുള്ള ഒരു വലിയ തുറവിയാണ് എന്ന് ഞാൻ കരുതുന്നു. അവരുടെ ജയ് ഭീമിൻ്റെ പ്രസക്തി അതാണ്. കാരണം ഈ വർഗസമരത്തിൻ്റെ തത്വശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട്, ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ ഇന്ത്യയിലെ ജാതി എന്ന കഠിന യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഇന്നത്തെ പുതിയ തലമുറയിലെ ചിന്തകർ തയ്യാറാകുന്നു എന്നത് വളരെ വലിയ ഒരു ശുഭകരമായ കാഴ്ചയാണ്. അതൊരു പ്രതീക്ഷയാണ്. വിജയൻ മാഷെ പോലുള്ള പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ജീവിതം ജീവിച്ചു തീർക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പറയുകയാണ് ഇത്തരത്തിലൊരു വാക്യം. ഇത് ഇനിയുള്ള നമ്മളുടെ തലമുറയുടെ ചിന്തകൾക്ക് അത് ഒരു തീക്കാറ്റാണ്. അങ്ങനെയുള്ള തീയിൽ നിന്നാണ് JNUവിൽ ഇത്തരത്തിൽ ഒരു മുദ്രാവാക്യം ഉണ്ടാകുന്നത്. ഇന്ത്യ മുഴുവൻ അത് പടരുന്നത്. ഇവിടെ ഒരു പുതിയ തുറവിയുണ്ട്. ഈ തുറവിയെ വിശാലമാക്കാൻ, വികസിപ്പിച്ചെടുക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ അരാഷ്ട്രീയമെന്ന് വിളിക്കുന്ന കൂട്ടായ്മകൾ, നമ്മൾ പ്രത്യയശാസ്ത്രങ്ങളുടെ കള്ളികൾക്കുള്ളിൽ നിൽക്കാത്ത, അതിന് മുകളിൽ കാണുന്ന എല്ലാ കൂട്ടായ്മകളെയും അരാഷ്ട്രീയ കൂട്ടായ്മകളായി തള്ളുന്ന ഒരു പതിവ് നമുക്കുണ്ടായിരുന്നു. ആ പതിവിനെ അവസാനിപ്പിച്ചുകൊണ്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ ചെറിയ ചെറിയ തർക്കങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ വാഗ്ദത്ത ഭൂമിയായ ജാതിരഹിതമായ ഒരു ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ചർച്ചകളുടെയും സംവാദങ്ങളുടെയും അതുപോലെ തന്നെ ഈ നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുടെ സമരമുഖത്തും ഒരുമിച്ച് കൈകോർക്കാനുള്ള ഒരിടമുണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ട് ബീഹാറിൽ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഈ കളി നിയമങ്ങൾ അവസാന നിമിഷം മാറ്റിയത് മാത്രമല്ല അവിടുത്തെ പ്രശ്നം. കളി നിയമങ്ങൾ അവസാന നിമിഷം മാറ്റിയത് കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ, ഡൽഹിയിൽ വന്നപ്പോൾ ഞാൻ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ സംഘാടകർ തന്നെ ചോദിച്ചാണ്, തൃശ്ശൂർ എങ്ങനെയാണ് സഖാവെ നമ്മൾ തോറ്റത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ തോറ്റു. എങ്ങനെ തോറ്റു എന്ന് ചോദിച്ചാൽ, അവിടെ നിന്ന് വന്ന വാർത്തകൾ നമുക്കറിയാമല്ലോ. തൃശ്ശൂർ പൂരത്തിന് 3 ദിവസം വന്ന് താമസിച്ച് തൃശ്ശൂർ പൂരം കണ്ടു തീർക്കണേ ഇത്ര ദിവസം സമയം വേണം. അപ്പോൾ പൂരത്തിൻ്റെ ആദ്യത്തെ സംരംഭം മുതൽ അവസാനം വരെ കണ്ട്, അവിടെ ഉപചാരം ചൊല്ലി പുരിയുന്നത് വരെ കണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന ആൾക്ക് വരെ വോട്ട് ചെയ്യുന്ന അവസ്ഥയായിരുന്നു തൃശ്ശൂർ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ നമ്മൾക്ക് വീട് പോലും വേണമെന്നില്ല, അവിടെ താമസിക്കണമെന്നില്ല. വീടില്ലാത്ത ഒരാൾ എനിക്ക് വീടില്ല എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ കൊടുത്താൽ അദ്ദേഹം തെരുവിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആളാണെങ്കിലും അവിടെ അദ്ദേഹത്തിന് അപേക്ഷ കൊടുക്കാം.
BLO ഒന്ന് നോക്കുന്ന സമയത്ത് 2 ദിവസം നൈറ്റ് ഒന്ന് നോക്കും, നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്താണോ താമസിക്കുന്നത്, ആ 2 രാത്രി നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വോട്ടുണ്ട്. അവസാനം വാട്ടർ ബില്ലിൻ്റെ കോപ്പിയോ പോസ്റ്റ് കാർഡിൽ വന്ന ഒരു കത്തിൻ്റെ കോപ്പിയോ ഒക്കെ കൊടുത്താൽ പോലും വോട്ടവകാശം കിട്ടുന്ന സ്ഥിതിയുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ അവിടെ താമസിക്കാത്ത ആളുകളുടെ, അവിടെ തൊട്ടടുത്തുള്ള 2 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ BJP തോൽക്കുന്നുറപ്പുള്ള മണ്ഡലങ്ങളിലെ ആളുകളുടെ പേരുകൾ ഇങ്ങോട്ട് മാറ്റിയതിൻ്റെ തെളിവ് സഹിതം നിങ്ങളെല്ലാവരും നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടവരുമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടുത്തെ വലിയ ഭൂരിപക്ഷത്തിൻ്റെ തോത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, പരസ്യമായിട്ടാണ് പറയുന്നത് കേട്ടോ, ഈ കള്ളവോട്ട് ചേർക്കാൻ, ഇത്തരത്തിലുള്ള മാനിപ്പുലേറ്റഡ് വോട്ട് ചേർക്കാനായിട്ട് നടത്തിയ അധ്വാനം പാഴായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവർക്ക് ജയിക്കുമായിരുന്നു, ഇതില്ലാതെ തന്നെ അവർ ജയിക്കുമായിരുന്നു. അങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷം, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന കാര്യത്തിൽ അവർ വിജയിച്ചുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഈ യാഥാർത്ഥ്യത്തെ കാണാതെ കേവലം ഈ വോട്ട് ചോരി മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് അടുത്ത തവണ തൃശ്ശൂർ ഈ പറയുന്ന ആഗാമി ജന്മ ബ്രാഹ്മണനിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. യാഥാർത്ഥ്യത്തിലേക്ക് വരേണ്ടതുണ്ട്. കാരണം കള്ളവോട്ടിനൊക്കെ ഒരു പരിധിയുണ്ട്. തോറ്റത് ആ പരിധിക്കും അപ്പുറത്തുള്ള വോട്ടിനാണെങ്കിൽ അവിടെ എന്തോ ഒരു പ്രശ്നം, നമ്മൾ കാണാത്ത പ്രശ്നമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 10,000 രൂപയുടെ യാഥാർത്ഥ്യം മാത്രമല്ല, ഇപ്പോൾ ജാതി, വിജയമാഷ് പറയുന്ന കാര്യമാണ്, ഇന്ത്യയെ പരിപൂർണമായും ഫാസിസം ഇന്ത്യയിൽ സ്ഥാപിതമാകാതിരിക്കാൻ ഒരു കാരണം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണെന്ന് വിജയമാഷ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അവർണരെന്നും സവർണരെന്നും വിഭജിച്ച് നിൽക്കുന്നുണ്ട്. ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതം അതിൽ തുല്യതയില്ലാത്തതുകൊണ്ട് ഇതിലെ ആളുകൾ വിഘടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇന്ത്യയിലെ ഈ ഹിന്ദുത്വ ഫാസിസത്തിന് ഈ പറയുന്ന ബഹുഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ നേടിയെടുക്കുക സാധ്യമല്ല എന്ന അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഫാസിസം വരാതിരിക്കാനുള്ളൊരു കാരണം ഈ വർണ്ണവ്യവസ്ഥയാണ് എന്ന് വിജയമാഷ് മാത്രമല്ല, റോമില ഥാപ്പർ ഉൾപ്പെടെയുള്ള ധാരാളം പേര് അതിനെപ്പറ്റി പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ജാതി വ്യവസ്ഥ നല്ലതാണെന്ന് വിജയമാഷ് പറഞ്ഞു, നമ്മൾ ശരിയായും പറഞ്ഞു എന്നുള്ള പറയരുത് കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ നേരത്തെ ഞാൻ പറഞ്ഞ ജാതി സംഘടനകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജാതിയുടെ രാഷ്ട്രീയം ഉയർത്തുന്ന ആളുകളെ എത്ര വിദഗ്ധമായിട്ടാണ് തങ്ങളുടെ കൂടാരത്തിൽ സമർത്ഥമായി ചേർത്ത് നിർത്താൻ ഇവിടുത്തെ സംഘപരിവാറിന് സാധിച്ചതെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ നമ്മൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായ സഖ്യകക്ഷികളായി കാണുന്ന തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ എന്ന ആശയത്തെ സമഗ്രമായി ഇപ്പോഴും പരിപൂർണമായ സ്വന്തമായൊരു മനസ്സോടെ അംഗീകരിച്ചോ എന്ന് അവർക്ക് തന്നെ സന്ദേഹമുള്ള ആശയത്തിലുള്ള ആളുകൾ, അവരിൽ 2 കൂട്ടരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇവർക്കൊപ്പം പോയവരല്ലേ? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? എങ്ങനെയാണ് ഇവരെ സംഘപരിവാർ ചേർത്ത് നിർത്തിയത്? നമ്മുടെ ഉത്തരേന്ത്യയിലെ ജാതിവിരുദ്ധമായ രാഷ്ട്രീയം, ജാതിവിരുദ്ധമായ ആശയഗതിക്കാർ, അവർ രാഷ്ട്രീയ രൂപം കൈക്കൊള്ളുമ്പോൾ അവരുടെ രാഷ്ട്രീയമായ അഭയസ്ഥാനമായി കണ്ടത് ജനതാ പരിവാറിനെയാണ്. അങ്ങനെ ജനതാ പരിവാറിൽ അഭയം തേടിയ ആളുകൾ, ജനതാ പരിവാറിനെ തങ്ങളുടെ ഒരു രക്ഷാകേന്ദ്രമായി കണ്ട ആളുകൾ, അതിൻ്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്നവർ ഇവിടെ ഒരു ജാതി വിരുദ്ധ രാഷ്ട്രീയത്തെ എല്ലാ കാലത്തേക്കും നയിക്കുമെന്ന് പറഞ്ഞാൽ ഭാവി പ്രധാനമന്ത്രിയായി പണ്ട് ഉയർത്തിക്കാണുന്ന രാംവിലാസ് പാസ്വാനെ പോലുള്ള യുവ നേതാക്കന്മാർ, അന്നത്തെ വലിയ സോഷ്യലിസ്റ്റുകൾ അവസാനം എവിടെ പോയി നിന്നു? അതൊരു ചോദ്യമാണ്. ഇപ്പോൾ പാസ്വാന്മാരുടെ രാഷ്ട്രീയം മാത്രമല്ല, നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന ഒരൊറ്റ ആളൊഴികെ ബാക്കി ആരാണ് ഈ പരിവാറിൽ അവിടെ പോകാത്തെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനെ എന്തുകൊണ്ട് ഇവർ പോയി എന്ന് കൂടെ കാണണം. രാംദാസ് സത്യവാല വളരെ പ്രധാനപ്പെട്ട ദളിത് രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. രാംദാസ് സത്യവാല പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അദ്ദേഹം പറയുന്ന കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന ഹിന്ദുത്വത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അഥവാ ഹിന്ദുത്വം എന്നല്ല ഭരിക്കുന്നവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിലോ വെടിയുണ്ട കിട്ടും, ജയിൽ കിട്ടും. അപ്പോൾ ജയിൽ വേണോ, അതോ ഇവിടെ ഈ ജന്തർ മന്ദിറിൽ വെയിൽ കൊണ്ട് അവസാനിക്കണോ, അതോ അവിടെ നിങ്ങൾക്ക് അതിനകത്ത് ഒരു സ്ഥാനം കിട്ടണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിലാണ് ഇവർ അങ്ങനെ ഒരു സ്ഥാനം എടുക്കുന്നത്. കേരളത്തിലേക്ക് വന്നാൽ
വളരെ ശക്തമായ ത്യാഗനിർഭരമായ ഒരു രാഷ്ട്രീയ ജീവിതമുള്ള CK ജാനുവിനെ പോലെ ഒരാളെ NDA ക്യാമ്പിൽ കൊണ്ട് കെട്ടിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അവരാഗ്രഹിച്ചു പോയതാണോ? അവരാഗ്രഹിച്ചു പോയതാണോ? നാരായണഗുരു പറഞ്ഞു, ഞാൻ ആരെ അടിച്ച് പുറത്താക്കില്ല, അടിച്ചകത്താക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിലെ ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ മതേതരപക്ഷത്തിൽ നിൽക്കുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഒരാളെ പോലും ഉള്ളിൽ കയറ്റാൻ സമയമില്ല, അടിച്ച് പുറത്താക്കുന്നതാണ്, അവിടേക്ക് ആക്കുന്നതാണ്. അപ്പോൾ ജാനു എങ്ങനെ NDA ആയെന്ന് ചോദിച്ചാൽ NDA ആയതല്ല, നമ്മളാക്കിയതാണ്. പുറന്തള്ളൽ ഹിംസയുടെ പ്രതീകമാണ് ജാനുവിൻ്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരു ഐക്യനിര രൂപപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ഐക്യനിരയ്ക്ക് ശക്തമായ സംഭാവന നൽകാൻ സാധ്യതയുള്ളവരെ പോലും മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾ ഏതർത്ഥത്തിൽ വിജയം കാണുമെന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്? ഏതെങ്കിലും ഒരു രാജകുമാരൻ ഒരു വിസിറ്റിംഗ് രാഷ്ട്രീയക്കാരനായി വന്ന് ഒരു മിശിഹയെ പോലെ നമ്മളെ രക്ഷിച്ച് അദ്ദേഹം വീണ്ടും തൻ്റെ ലോകപര്യടനം തുടരുമെന്ന് നമ്മൾ സ്വപ്നം കാണുന്നു. അങ്ങനെ നാം സ്വപ്നം കാണുന്നതിൽ എന്താണ് അർത്ഥം? ഒരർത്ഥമില്ല. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട സമയത്ത് പോലും രാജകുമാരൻ എവിടെയായിരുന്നു? അതൊരു ചോദ്യമാണ്. ആ ചോദ്യം നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് 365 ദിവസം നമ്മൾ കരുതാണ്. പുള്ളിക്കാരൻ പല സമയത്തും 2-3 മാസമാണ് പ്രതിപക്ഷ നേതാവാകുന്നത്. ഇവിടെ ഇന്ത്യ മുഴുവൻ അദ്ദേഹം നടന്നതിന് ശേഷവും അത്തരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് വലിയൊരു പരിവർത്തനത്തിൻ്റെ ഒരു ലാഞ്ചനയുണ്ട്, അവിടെ നമുക്കൊരു പ്രതീക്ഷയുണ്ട് എന്ന് നമ്മളെല്ലാവരും കാണുമ്പോഴും പലപ്പോഴും അതങ്ങനെ സംഭവിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം അപ്പോൾ ഈ നാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ ഉയർത്തെഴുന്നേൽപ്പ് ആര് നടത്തും? ആരതിന് നേതൃത്വം നൽകും? ആരൊക്കെയാണ് അതിൽ നിർണായകമായ പങ്കുവഹിക്കേണ്ടവർ? ആരൊക്കെയാണ് രക്തസാക്ഷികളാകേണ്ടവർ എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരവുണ്ടോ? നമുക്കൊരു ഐക്യനിര കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയെ പോലൊരു രാജ്യം പെട്ടെന്ന് തന്നെ ഒരു ഫാസിസ്റ്റ് വാഴ്ചയിൽ നിന്ന് മുക്തമാകുമെന്ന് പ്രതീക്ഷിക്കാനുള്ള ഏതെങ്കിലും പ്രതീക്ഷയുടെ കിരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരവുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് മാത്രമേ എല്ലാ കാലത്തേക്കുമായി ഇന്ത്യയുടെ മനസ്സ് സ്വന്തമാക്കി വയ്ക്കാൻ സാധിക്കൂ. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലം ഈ ബ്രാഹ്മണിസത്തിനില്ല. ഈ ബ്രാഹ്മണിസത്തിന് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആളുകൾ അവിടെ അസ്പൃശ്യരാണ്. അവിടെ അവർ രണ്ടാംകിട പൗരന്മാരാണ്. ആ രണ്ടാംകിട പൗരന്മാരാകുന്നതിൻ്റെ അസംതൃപ്തിയുള്ള ആളുകളെ അവർക്കെതിരായ പോരാട്ടത്തിൽ നമ്മളോടൊപ്പം ചേർത്ത് നമ്മളുടെ മുമ്പിൽ നിന്നൊരു ഐക്യനിര ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നിടത്ത് അവരുടെ പരാജയം ആരംഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത്തരത്തിലുള്ള ഐക്യനിരയിലേക്ക് നമ്മളുടെ ചർച്ചകൾ കടന്നു പോകാത്തതാണ് പ്രശ്നം. അപ്പോൾ നാം നമ്മുടെ ദേശീയതയെ നിർവചിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോൾവർക്കർ വരുന്നത്. ഇവിടെ നാം ചെയ്യേണ്ട കാര്യവും അത് തന്നെയാണ്. ഇന്ത്യൻ ജാതിയും ഇന്ത്യൻ ജനാധിപത്യവും എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ജാതിയും ഇന്ത്യൻ ജനാധിപത്യവും എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യം ജാതി വിരുദ്ധതയാണ്, ജാതി ഉന്മൂലനമാണ് എന്ന ദേശീയമായ തത്വം, ദേശീയോദ്ഗ്രഥനത്തിൻ്റെ രാഷ്ട്രീയം നാം പറയുന്ന സമയത്ത് അത് ഉറക്കെ പറയാൻ സാധിക്കുന്ന നിമിഷത്തിൽ സംഘപരിവാർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ത്യക്ക് വിരുദ്ധമാകും, ദേശീയതയ്ക്ക് വിരുദ്ധമാകും. അവർ അവരുടെ ദേശീയതയെ, നമ്മളുടെ രാജ്യത്തിൻ്റെ ദേശീയതയെ അവർ ഹിന്ദു ദേശീയതയായി നിർവചിക്കുന്നു. നമ്മുടെ ദേശീയത എന്ന് പറയുന്നത് ഹിന്ദു ദേശീയതയല്ല, മറിച്ച് ജാതി വിരുദ്ധമായ എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമധർമ്മവിരുദ്ധം എന്ന് പറഞ്ഞാൽ ധർമ്മവിരുദ്ധമായ, ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബ്രാഹ്മണരുടെ ധർമ്മത്തിന് വിരുദ്ധമാണ് ഇന്ത്യയുടെ ദേശീയത എന്ന് നാം ഇന്ത്യയുടെ ഓരോ തെരുവിലും ഉറക്കെ പറയുന്ന സമയത്ത്, ഓരോ ഇന്ത്യക്കാരനെയും ബോധ്യപ്പെടുത്തുന്ന സമയത്ത്, സംഘപരിവാറിൻ്റെ ദേശീയതയെ സംബന്ധിച്ച നിർവചനത്തിൻ്റെ ശിരസിൽ നാം നമ്മുടെ പ്രഹരമേൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാനാകും. അപ്പോൾ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ത്യയുടെ ഫാസിസ്റ്റ് വാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു ജാതി വിരുദ്ധനാകുക എന്നുള്ളതാണ്. ഒരു ജാതി വിരുദ്ധനായ വ്യക്തിക്കും ഒരു ജാതി വിരുദ്ധമായ സംഘത്തിനും മാത്രമാണ് നമ്മുടെ ദേശീയതയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. പക്ഷെ ദൗർഭാഗ്യവശാൽ പ്രിയപ്പെട്ടവരെ, ജാതി ഇല്ലാതാകണമെന്ന് പറയുന്ന എല്ലാ മനുഷ്യരെയും ജാതിവാദികളായി കുത്തുന്ന ആളുകളാണ് നമ്മൾ. ജാതി ഇല്ലാതാകണമെന്ന് പറയുന്ന എല്ലാ സംഘടനയും നാം ജാതി സംഘടനകളെന്ന് വിശേഷിപ്പിക്കും.
ഇവിടുത്തെ അംബേദ്കറേറ്റ് പ്രസ്ഥാനങ്ങളെ മുഴുവൻ നിങ്ങൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ജാതി സംഘടന. അംബേദ്കറേറ്റ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെന്ത് പറയും? ജാതിവാദികൾ. അപ്പോൾ ആരാണ് ജാതിവാദികൾ? ഭീമാ കൊറേഗാവിൽ അവിടെ വിജയ ദിവസം ആഘോഷിച്ചവർ, അതിൻ്റെ പേരിൽ ജയിലിൽ പോയവർ, അവരൊക്കെ ജാതിവാദികൾ. അപ്പോൾ ഈ രാജ്യത്തെ ഇവിടെ ജാതി നിലനിർത്താൻ വേണ്ടി, സവർണത ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ ദേശീയവാദികൾ. ഈ സമവാക്യത്തിന് നേരെ തിരിച്ച് ഭരണഘടനയുടെ താല്പര്യം ഉൾക്കൊള്ളുന്ന ആളുകൾ അവരെ ജാതിവാദികൾ എന്നല്ല വിളിക്കേണ്ടത്, അവരെയാണ് നമ്മൾ ദേശീയവാദികൾ എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ജാതി ഇല്ലാതാകണമെന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നിങ്ങൾ ജാതിവാദികൾ എന്നല്ല പറയേണ്ടത്, മറിച്ച് അവരെയാണ് ദേശീയവാദികൾ എന്ന് വിശേഷിപ്പിക്കേണ്ടത്. ജാതി വിരുദ്ധതയാണ് ഇന്ത്യയുടെ ദേശീയത എന്ന തത്വം നാം മനസ്സിലാക്കണം. ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ഒരു സവർണന് ജാതിവാദി എന്ന ആക്ഷേപത്തിന് ഇടവരാതെ തന്നെ സ്വന്തം ജാതിക്ക് അനുകൂലമായ നിലപാടെടുക്കാനാവും എന്ന് AR ഭാസ്കർ പറയുന്നുണ്ട്. പക്ഷേ എത്ര ഉന്നതമായ ആദർശത്തിൻ്റെ പേരിലും ഒരു അവർണനായ വ്യക്തി, ഒരു ദളിതനായ വ്യക്തി സ്വജാതിക്ക് അനുകൂലമായ ഒരു താല്പര്യം ഉയർത്തിപ്പിടിച്ചാൽ ആ നിമിഷം അദ്ദേഹം ജാതിവാദി എന്ന പഴി കേൾക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്വത്വവാദം സംബന്ധിച്ച നമ്മളുടെ യാന്ത്രികമായ കാഴ്ചപ്പാടുകളെ അതിനെ അഴിച്ചു പണിതുകൊണ്ട് പുതിയൊരു സാഹചര്യത്തിൽ ഈ ഫാസിസം എന്ന യാഥാർത്ഥ്യത്തെ നേരിടാനായി ഇന്ത്യയുടെ ദേശീയത ജാതി വിരുദ്ധതയാണ് എന്ന മൂല്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ ദേശീയതയെ പുനർനിർവചിച്ചുകൊണ്ട് നമ്മൾ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ദേശീയവാദ സങ്കല്പങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുകയും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും തുല്യത ഉറപ്പു നൽകുന്ന നമ്മളുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഫാസിസത്തിനെതിരെയുള്ള സമരം അത്യന്തികമായി വിജയം കൊയ്യുന്ന ദിവസമെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി MN വിജയൻ മാഷെ പോലുള്ളവർ മുന്നോട്ട് വെച്ച ദൈക്ഷണിക ബോധം, അതിൻ്റെ തീപ്പൊരി നമ്മളെ നയിക്കട്ടെ, അതിൻ്റെ പ്രകാശത്തിൽ നാം മുന്നോട്ട് നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും നന്ദി.